അയാൾ കള്ളുടിച്ചോട്ടെ, നിങ്ങൾ പ്രശ്നമാക്കണ്ട ആണ് കൊടുക്കി. അതെന്താ പറയാൻ കാരണം അറിയൂ, ഏതൊരു സ്ത്രീയും തന്റെ ഭർത്താവ് തനിക്ക് പറ്റാത്തത് ചെയ്യുകയാണെങ്കിൽ ഭർത്താവ് നിന്ന് അകലും. ഭർത്താവ് ഇങ്ങനെ മെല്ലെ മെല്ലെ അകലുക ചെയ്യുക. എല്ലാവരും അതാ ചെയ്യുക. ഭർത്താവ് നിന്ന് അകലും തോറും ഭർത്താവിന് പ്രശ്നങ്ങൾ കൂടുക ചെയ്യുക, ഹസ്ബൻഡ് പ്രശ്നം കൂടുക. അപ്പൊ ഇവര് കള്ളുടിക്കാൻ തുടങ്ങിയതോടെ ഇവള് പൂർണ്ണമായും ഒരു ഭാര്യ എന്നുള്ളവർക്കുള്ള ഒരു ബന്ധമില്ലാതെ ഈ 10 ദിവസം ഇവള് നന്നായി സഹകരിച്ചു. നിങ്ങൾ വിശ്വസിച്ചോളയും, അയാൾ പറയണ 10 ദിവസം പൂർത്തിയായപ്പോഴേക്കും അയാൾ കള്ളുകൂടി നിർത്തി. അയാൾക്ക് മരുന്നും കൊടുത്തിട്ടില്ല, ചികിത്സയും കൊടുത്തിട്ടില്ല, കൗൺസിലിങ്ങും കൊടുത്തിട്ടില്ല. എന്റെ അർത്ഥം എന്താ? ഖുർആനിലും പറഞ്ഞാണിത്, ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുന്ന. ഒരു പുരുഷന്റെ വസ്ത്രമാണ് സ്ത്രീ, സ്ത്രീയുടെ വസ്ത്രമാണ് പുരുഷൻ. സഹോദരിമാരെ, ഞങ്ങൾ പറഞ്ഞത് ശാരീരികമായും മാനസികമായും. ഞാൻ പറഞ്ഞത് ഒരു സുഖം എല്ലാ ഭർത്താക്കന്മാർക്കും ചില താല്പര്യങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, ചില താല്പര്യം ഉണ്ടാവും. ചിലക്കാർക്ക് സംഘടനാ പ്രവർത്തനക്കാരും ദേവത്തേക്കാരും, ചിലക്കാർക്ക് മീൻ പിടിക്കാൻ പോലെ കാരം, എന്താ അറിയില്ല കേട്ടോ. ഓരോ പുരുഷന്മാർക്കുണ്ടാവും ഓരോ താല്പര്യം. ആ എന്താണോ ഒരു ഭർത്താവിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് അതിന് മുടക്ക് നിൽക്കലാണ്, തടസ്സം നിൽക്കലാണ് പെണ്ണുങ്ങളെ പണി. എല്ലാ പെണ്ണുങ്ങളെയും പരിപാടി അതാണ്. എന്താണോ ഭർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ആ താല്പര്യം, കാരണം എന്താ, ഏത് സമയത്തും അയാൾ അതിന് പോകാനല്ലേ ശ്രമിക്കുക. ഞാനൊന്ന് പോയി അറ്റേ അറിയും, പോയി അറ്റേന്ന് പറയുമ്പോൾ എന്തുണ്ടാവും, അവൾക്ക് സമ്മതം ഉണ്ടാവില്ല, തടസ്സം പറയും. തടസ്സം പറയുമ്പോൾ എന്തെങ്കിലും തെറ്റും, പ്രശ്നമാവും. ഏത് സ്ത്രീകളും അപ്പൊ ഇയാളെ ചിന്തിക്കറി, എന്താ ഇന്നൊന്നിനും സംഭവിക്കും, ഞാൻ ഒരാണല്ലേ, എനിക്കൊരു സ്വാതന്ത്ര്യമല്ല, ഒന്നും ചെയ്യാൻ സമ്മതിക്കൂല, എല്ലാറ്റിനും തടസ്സം, എല്ലാറ്റിനും ബുദ്ധിമുട്ട്, അതാ പറയുള്ളൂ. ഇതിലിപ്പോ ഞാൻ പറഞ്ഞ ദീനിന്റെ ആൾക്കാർക്ക് ദീനായിരിക്കും തടസ്സം, ബാക്കിയുള്ളവർക്ക് ബാക്കി. ഇന്റെ അടുത്ത് ഉണ്ടാകണമെന്നാണ്, എപ്പോഴും ഇന്റെ അടുത്ത് ഉണ്ടാകണം. എന്താ ഇപ്പൊ ഒരാൾ ഇങ്ങനെ അവിടെ അമ്മിമ്മ കയറി ഇരുന്നിട്ട് എന്താ കാര്യം സഹോദരന്മാരെ? വീട്ടിലിങ്ങനെ ഒരാൾ ഇരുന്നിട്ട് എന്ത് കാര്യമല്ലോ. ഞാൻ പറഞ്ഞ അയാളെ സ്വതന്ത്രമായിട്ട് ജീവിച്ചോട്ട്, എന്തിനാ വെറുതെ ബുദ്ധിമുട്ടാക്കണത്? പിന്നെന്താ വെച്ചാൽ ഇപ്പൊ നമ്മളെ കാര്യങ്ങളിൽ ഇപ്പൊ അയാൾ സഹായിക്കുക സഹകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഒന്ന് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു ആണിനൊന്നും അങ്ങനെ മെനക്കെടുത്ത്, ഞാൻ ഇപ്പോഴും അറിയിക്കും, ഒരു ചെറുപ്പക്കാരനോ നല്ല ഉഷാറാളെന്ന്, ഓ കല്യാണം കഴിച്ച് കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ പാടാൻ തരും, എനിക്ക് കുട്ടീനെടുക്കാൻ കഴിയൂല, പ്രസവിച്ച് കുട്ടീനെടുക്കാൻ അവൾക്ക് കഴിയൂല. അപ്പൊ ആരെടുക്കേണ്ടത്? പിന്നെ പ്രസവിച്ച കുട്ടീനെടുക്കാൻ ഇവൾക്ക് കഴിയൂല, അപ്പൊ ആരെടുക്കേണ്ടത്? ഇവെടുക്കണം. ശരി, പ്രസവിച്ച കുട്ടീനെ ആരാണോ എടുത്തത് പിന്നെ അയാൾ തന്നെയല്ലേ കുട്ടീനെ നോക്കേണ്ടതും. ഇപ്പൊ 3 കുട്ടികളെ ഒക്കത്ത് ചൊങ്ങൻ നടക്കും. എന്നാ എനിക്ക് സമാധാനം, ആ സാധുവിന് എന്നാ ഇവൻ കുട്ടിനെയൊക്കെ നോക്കി എല്ലാ പണി എടുത്തു കൊടുക്കുമ്പോൾ നേരെ ഭക്ഷണ സമയത്ത് ഇപ്പോൾ കൊടുക്കുമെങ്കിലോ നീക്കണേ തന്നെ 9 മണിയാവും. ഞാൻ പറഞ്ഞ സഹായിച്ചു കൊടുത്തിട്ടുള്ള അവസ്ഥയുടെ ഈ കാര്യം. ഞാൻ പറഞ്ഞ ജീവിതകാലം മുഴുവനും ഇവൾക്കൊരു സെക്യൂരിറ്റി ആയിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കുക എന്നില്ല. ജീവിതത്തിൽ എന്താ അർത്ഥമാണ്? അങ്ങനെ നിൽക്കുന്ന ഒരാണിന് ആർക്കാ വേണ്ടത്? അങ്ങനെ വീട്ടിലെങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ ആർക്കാ ആവശ്യം? ഒരാണെന്ന് പറയാൻ പറ്റുന്നതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യത്തോടുകൂടി അവനവന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതാണ് രണ്ടാമത്തെ തടസ്സം. ഈ രണ്ടിലും എന്റെ ഭർത്താവിനെ ഈ 2 കാര്യത്തിലും ഞാൻ വിഷമിപ്പിക്കാറില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരൊറ്റ പെണ്ണും എന്റെ മുന്നിൽ ഇരിക്കില്ല എന്നാ ഞാൻ പറയണത്. നിങ്ങൾ എന്നെ പറ്റി വിഷമം വിചാരിക്കരുത് കേട്ടോ. അത്രമാത്രം ഈ കാര്യത്തെക്കുറിച്ച് അറിയുന്ന ആളാവണോണ്ട് ഞാൻ പറയണം, തെറ്റിദ്ധരിക്കും ചെയ്യരുത്. ഞാൻ പറഞ്ഞത് ഇതിൽ നിങ്ങൾക്കൊരു മാറ്റം വരുത്താൻ ഇന്ന് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പുതിയ ഒരു ജീവിതം ഇന്ന് മുതൽ ആരംഭിക്കും. പ്രശ്നങ്ങളില്ലാത്ത ശാന്തമായ സന്തോഷകരമായ ഒരു ജീവിതം ആരംഭിക്കും. ഇപ്പോ എൻ്റെ അടുത്ത് വരും ആണും പെണ്ണൊക്കെ പ്രശ്നമായിട്ട്. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭർത്താക്കന്മായിട്ട് പ്രശ്നമുണ്ടോ? ഇപ്പോ ഈ പറയുന്ന കാര്യം കേട്ടാൽ മതി, ഇന്നത്തോടെ പ്രശ്നം അവസാനിക്കും. അത്ര ഉറപ്പുണ്ട്, എന്ത് പ്രശ്നമായിക്കോട്ടെ അവസാനിക്കും. ആണുങ്ങളോട് ഞാൻ എന്താ പറയാറിയോ, ആണുങ്ങളോട് ഒറ്റക്ക് വിളിച്ചിട്ട് പറയും, നിന്റെ കുടുംബത്തിൽ ഇപ്പോഴുള്ള ഈ പ്രശ്നത്തിന്റെ പൂർണ്ണ കുറ്റം നിനക്കാണ്. അപ്പൊ അയാൾ എന്നോട് പറയും, ഇയാളിപ്പോ എന്താ ഈ പെണ്ണുങ്ങളെ ഭാഗം പറയണ്, എന്താണ് ചിന്തിക്കുക? അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും, സുഹൃത്തെ, നീ ഒരു കച്ചവടം നടത്തുന്നുണ്ട് വിചാരിച്ചോ. അപ്പൊ ആ കച്ചവടം നടത്തുന്ന സമയത്ത് ആ കച്ചവടത്തിൽ എന്ത് ചെയ്തു? കച്ചവടത്തിൽ നീ നിശ്ചയിച്ച നിന്റെ ഒരു കാഷ്യർ, ഒരു ഉദ്യോഗസ്ഥൻ, അവൻ മേശിന്ന് പൈസ എടുത്ത് എന്ത് ചെയ്തു? അവസാനം മൂലധനവും കൂടിയും ഇല്ലാതായി നിന്റെ കട പൂട്ടി, വാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ പൂട്ടി.
അപ്പോൾ പൂട്ടിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്തേ എനിക്ക് പറ്റി, എന്തേ കച്ചവടമായി? അപ്പോൾ പറഞ്ഞെന്ത്, അത് ഞാനൊരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു, അവൻ പൈസ വലിച്ചു, എൻ്റെ കച്ചവടം പൂട്ടി. അപ്പോൾ ഈ കച്ചവടം പൂട്ടാൻ ആരാണ് ഉത്തരവാദി? ആരാ ഉത്തരവാദി? അതിന് പൈസ എടുത്ത ആളാണെന്നല്ലേ പറയാ? ഞാൻ പറയാം അല്ല. ഉത്തരവാദി ആരാണ്? സ്വന്തം കടയിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്നവനെ കണ്ടുപിടിക്കുന്നതിൽ പരാജയപ്പെട്ട കടയുടെ ഉടമസ്ഥനാണെന്ത് ഉത്തരവാദി. അപ്പൊ ഞാൻ പറയും, ഇവളെന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഈ വീട്ടിന്റെ ഉത്തരവാദിത്തങ്ങൾ കൊണ്ടുനടക്കേണ്ട ആൾ ആരാണ്? നീയാണ്. നിനക്കതിന് പറ്റാത്തത് കൊണ്ടാണ് പ്രശ്നം. നിനക്കതിന് പറ്റണില്ല. പെണ്ണെട്ടിയ പെണ്ണുങ്ങളെ നല്ല രൂപത്തിൽ കൊണ്ടു നടക്കാൻ നിനക്ക് പറ്റുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ പെണ്ണുങ്ങളെ പറ്റി കുറേ ചാർജ് ഷീറ്റ്, കുറേ പരാതി പറയാനേക്കാൾ ഇയാൾ വരുന്നുണ്ടാകുക. ഇയാൾക്ക് പിന്നെ ഒന്നും പറയാൻ കിട്ടൂല. കാരണം എന്ത് പറഞ്ഞാലും അയാൾ ഉത്തരവാദി. പിന്നെ പറയാ, ഞാൻ പറഞ്ഞ ഇത് കേൾക്കുമ്പോൾ ഒരുവിധം പുരുഷന്മാരൊക്കെ എന്താ വെച്ചാൽ തീരുമാനിക്കും. സ്ത്രീകളോട് നമ്മൾ പറയാനുള്ളത്, അതിലെ പെങ്ങോട് പറയേണ്ടുള്ളൂ. ആണുങ്ങൾ സ്ത്രീകളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, സ്ത്രീകളോട് പറയാനുള്ള കാര്യം, ഇപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കുക, നിങ്ങളെ ഭർത്താവ് ഒരു പ്രശ്നക്കാരനാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അയാളെ കൂടെ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ട്. അതല്ലേ ശരി? അതാണ് ശരി. അപ്പം ഞാൻ പറയാം എന്താ വെച്ചാൽ, നിങ്ങളുടെ സഹോദരിമാരോട് ഞാൻ പറയും, നിന്റെ വാപ്പ നിന്റെ ഉമ്മ രണ്ടാളും അങ്ങേയറ്റത്തെ പ്രശ്നക്കാരാണ്. വർത്താനം പറഞ്ഞാൽ അങ്ങനത്തതേ പറയുള്ളൂ. പെരുമാറി എന്ത് ചെയ്തു കൊടുത്താലും ഒരു നന്ദി ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരെ വാപ്പയുണ്ട്. നമ്മളെന്താ കാണിക്കുക? എന്താ ചെയ്യുക? ഇവരെന്ത് വലിയ തകരാറ് ഇവർക്കുണ്ടെങ്കിലും വാപ്പ അമ്മ എന്നുള്ളതൊക്കെ നമ്മൾ ബഹുമാനിക്കണ്ടേ? നമുക്ക് നാടുകൾ ഇയാള് വാപ്പ എങ്ങനെയാണ്, ഉമ്മ എങ്ങനെയാണ് നടന്ന് പറയാൻ പറ്റും നമുക്ക്? ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീക്ക് ഏറ്റവും കടപ്പെട്ടത് ആരോടാ? ഭർത്താവിനോടാണ്. ഒരു പുരുഷന് ഏറ്റവും കടപ്പെട്ടത് ഉമ്മനോടാണ്. അപ്പൊ സഹോദരിമാരെ, ഭർത്താവിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അയാളെങ്കിൽ ബഹുമാനിക്കാനേ പറ്റുള്ളൂ. അയാളോട് നിങ്ങൾക്ക് തിരിച്ചു പറയാൻ പറ്റൂല, അയാളെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല, അയാളുടെ തെറ്റി കടക്കാൻ പറ്റൂല, അയാളുടെ പണിക്ക് പോകാൻ പറ്റൂല. നിങ്ങൾ ബഹുമാനിക്കേണ്ട ആളാണ്. ബഹുമാനിക്കേണ്ട ആളോട് എങ്ങനെ പെരുമാറുക? അങ്ങനെ നിങ്ങൾ പെരുമാറാൻ തീരുമാനിച്ചാൽ പ്രശ്നം ഉണ്ടാവും? ഞാൻ ചോദിക്കണ്ടാവൂ? നിങ്ങൾ ബഹുമാനിക്കേണ്ട ഒരാൾക്ക് എന്ത് തകരാറുണ്ടെങ്കിലും നിങ്ങൾ എന്താണ്, അയാളെ നിങ്ങൾ ബഹുമാനിച്ച് പെരുമാറുന്നുവെങ്കിൽ ഒരു പ്രശ്നവും നിങ്ങളെ വീട്ടിലുണ്ടാവില്ല. അപ്പൊ എവിടെയെങ്കിലും പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപോലെയാണ്. രണ്ടാളും നല്ല ആളല്ലെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എനിക്കും കൂടി പറയാനുള്ളത്, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവരെയും മാറ്റാൻ പറ്റും, എല്ലാ പ്രശ്നവും അവസാനിപ്പിക്കാൻ പറ്റും. ഭർത്താവ് വീട്ടിലെ പ്രശ്നം ഇപ്പോൾ അവസാനിച്ചല്ലോ. നിങ്ങൾ അയാളെ ബഹുമാനിക്കാൻ തീരുമാനിച്ചാൽ തീർന്നു, ഒറ്റ പ്രശ്നമല്ല കേട്ടോ. ആണുങ്ങൾ ഇവിടെ ഇല്ലാത്തതോടെ ഞാൻ അത്ര വ്യക്തമായിട്ട് നിങ്ങളോട് പറയണത്. നിങ്ങൾ തീരുമാനിച്ചാൽ തീരാവുന്നൊരു പ്രശ്നമേ അതിലുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്താ, നിങ്ങൾ മാറാതെ നിങ്ങളുടെ മക്കൾ മാറൂല. ഇപ്പം ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ ഉപദേശിക്കാൻ വേണ്ടി ഞങ്ങളെടുത്ത് കൊണ്ടുവരും. ഞങ്ങളവിടെ ഏറ്റവും വലിയ കുറ്റക്കാരിയായിട്ട് കാണും ഉമ്മനെയാണ്. പറഞ്ഞ ഉമ്മക്ക് വിഷമാവെന്ന് ചോദിച്ചാൽ അവിടെ പറയില്ല നമ്മൾ. അപ്പം എന്താ വെച്ചാൽ അവർ നമ്മോട് ചോദിക്കുക, നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയാണ് ജീവിക്കണത്, പിന്നെ ഇപ്പം ഈ കുട്ടികളെ കേടിരുത്തി ഞാനാ നിങ്ങൾ പറഞ്ഞ എന്താ കാണിക്കുക? സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. മനസ്സിലായി? കുട്ടികളെ നമ്മൾ കേടുവരുത്തല്ല, നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നാം നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമം അവരെ എന്ത് ചെയ്യുന്നു? കേടുവരുത്തുകയാണ് ചെയ്യണത്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ആ ശ്രമത്തിൽ ഒരു മാറ്റം, ഇത് കുട്ടികളെ നന്നാക്കാൻ ശ്രമിക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മാറ്റം വേണം. മാറ്റം വേണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന കാര്യം ഫലപ്രദമാകുന്നില്ലെങ്കിൽ ഫലപ്രദമാകുന്ന രൂപത്തിൽ നമ്മളതിൻ്റെ രൂപങ്ങളെ മാറ്റണം. ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ ഈ കുട്ടികളോട് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും. കുട്ടികളെ മനസ്സറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുക്കുക ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങൾ ഒരു കുട്ടീനോട് ചോദിച്ചതാണിത്. കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഒരു കുട്ടീനോട് ചോദിച്ചു. ഞാൻ അവരെങ്ങനെ ഉപദേശിച്ച അവനോട് ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ എന്താ ചോദിച്ചു? എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, അവർ ഞങ്ങളല്ലാത്ത മക്കളല്ലാത്ത എല്ലാവരോടും നല്ല രൂപത്തിലെ പെരുമാറുക.
ഇപ്പം എൻ്റെ ഉമ്മാൻ്റെ അഞ്ചത്തിന് കുട്ടികളുണ്ട്. അവരൊക്കെ വന്ന എന്താ സന്തോഷം, എന്താ വർത്തമാനം, എന്താ സ്നേഹം. അയൽപ്പക്കത്ത് കുട്ടികൾ ഞങ്ങളെ വീട്ടിൽ കളിക്കാൻ വരും. ഓരോടൊക്കെ എങ്ങനെയോ ഉമ്മ വർത്താനം പറയും, എന്താ സ്നേഹം. വളരെ ഇഷ്ടത്തിലാണ് എന്ത് ചെയ്യുക, സംസാരിക്കുക. പക്ഷെ ഞങ്ങളോട് ഉമ്മ സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് ചാടിക്കളിച്ച് അങ്ങനെ സംസാരിക്കും. എന്താ ഞങ്ങളോട് മാത്രം ഉമ്മ ഇങ്ങനെ പറയാൻ എന്ന് കുട്ടികൾ ചോദിക്കും. ഈ ചോദ്യം ഞാൻ കുട്ടികൾ പറയുമ്പോൾ കുട്ടികൾ എല്ലാവരും ചിരിക്കും. എനിക്ക് കാരണം തരും ചിരിക്കാൻ കാരണം അവർക്കൊക്കെ അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് ഉമ്മാരത്തുനിന്ന്. എല്ലാവർക്കും അങ്ങനെ തോന്നുന്നത് ഉമ്മാരത്തുനിന്ന്. അപ്പൊ എന്താ ഈ കുട്ടികൾക്ക് ഇത്രയും സ്നേഹത്തോടെ പെരുമാറുന്ന ഉമ്മമാരെ കുറിച്ച് ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ വേഗം പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് നിങ്ങൾ ശരിയാക്കില്ല നിങ്ങളെ കുട്ടികളെ നിങ്ങൾക്ക് കെട്ടിക്കാൻ കിട്ടൂല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് കൊണ്ടടക്കാനും കിട്ടൂല. നിങ്ങൾ കരയ്ക്ക് പറഞ്ഞാൽ തിരിച്ചുകൊണ്ട് വരൂല്ല. മനസ്സിലായില്ലേ? ഇത് ഞാൻ വെറുതെ പറയില്ല. എല്ലാം പ്രേമത്തിൽ പെട്ടുപോകുന്നതും കഞ്ചാവിൽ പെട്ടുപോകുന്നതും എല്ലാം ഇതിൻ്റെ പിന്നിൽ ഇതൊരു കാരണമാണ്. അതുകൊണ്ട് ഞാൻ കൂടെ പറയണത് മനസ്സിലാക്കിക്കോളി. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്ന് തോന്നാനുള്ള കാരണം എന്താണ്? ആ കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്തറിയും? ഇപ്പം നിങ്ങൾക്കൊരു പെൺകുട്ടി, ഉദാഹരണം പറഞ്ഞാൽ അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാകണ്ടോ. നിങ്ങൾക്കൊരു പെൺകുട്ടിൻ്റെ വിചാരിച്ചോളി. 16 വയസ്സാണ് അവൾക്ക് പ്രായം. മനസ്സിൽ സങ്കല്പിച്ചോളി. അപ്പോൾ നമ്മളെ മനസ്സിൽ ഇപ്പം എന്താ ഉള്ളത്? നമ്മൾ കുറച്ചൊക്കെ വലുതായി വന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യുക, നമ്മളോടൊക്കെ കുറച്ച് സഹായങ്ങളൊക്കെ നമ്മളെ കൂടെ നിന്നിട്ട് അവൾ ചെയ്തു തരണം എന്ന് നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ പറയും, നീ ഇതിലൊന്നും വരണ്ട, നീ വായിച്ചോ, നീ പഠിച്ചോ, നീ എല്ലാ കാര്യം ചെയ്തോ, ഉമ്മ ചെയ്തോളാം പണി എന്ന് നമ്മൾ പറയും. രണ്ടും നമ്മൾ പറയും. രണ്ടും നമ്മൾ തന്നെ പറയാം. എന്തിനെങ്കിലും നമ്മളെ കൂടെ സഹായിക്കണം എന്നുണ്ട്, എന്നാൽ അവർ പഠിച്ചോട്ടെ എന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ, ഉദാഹരണം നമ്മൾ ഒന്നായിട്ട് പാത്രങ്ങളൊക്കെ നമ്മൾ ഒന്നായിട്ട് കൊട്ടത്തളത്തിൽ നിറഞ്ഞു നിൽക്കണ്, കഴുകിയിട്ട് തീരുന്നില്ല, തൊട്ടപ്പുറത്ത് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ 16 വയസ്സായ മകൾ അവിടെ വെറുതെ മൊബൈലിൽ ഇങ്ങനെ പിന്നെ മെസ്സേജ് നോക്കി അല്ലെങ്കിൽ അപ്പുറത്ത് പത്രം നോക്കിയിട്ട് അവൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ, മൊബൈൽ വായിക്കണതോ പത്രം വായിക്കണമെന്നും വലിയ തെറ്റല്ലല്ലോ. പക്ഷെ നമ്മൾ അവളോടാണ് പൊട്ടിത്തെറിക്കും. എന്താ എൻ്റെ പണി, ഈ മൊബൈൽ നോക്കി ഇങ്ങനെ ഇരുന്നാൽ മതിയോ, എന്താ എൻ്റെ പ്രായം എന്നാണ് ചോദിച്ചിട്ട് 1/2 മണിക്കൂർ പറഞ്ഞ് ദേഷ്യം തീർന്നിട്ട് നമ്മളിങ്ങനെ നിൽക്കും. സത്യത്തിൽ നമ്മൾ പറഞ്ഞത് മൊബൈൽ നോക്കിയനല്ല, പത്രം നോക്കിയനല്ല. ഞാനിവിടെ ഈ രൂപത്തിൽ ഇടങ്ങേറാകുമ്പോൾ എന്നെ ഒന്ന് സഹായിച്ചുകൂടെ എന്നാണ് നമ്മളെ മനസ്സിൽ. പക്ഷെ അതൊരിക്കലും നമ്മൾ പറയണില്ല. പറയണ്ടോ? നമ്മൾ 1/2 മണിക്കൂർ പ്രസംഗിച്ചില്ല, അതില്ലെന്ന്. ആ പോയിന്റ് തന്നെയല്ല. അത് നമ്മൾ പറയണമെന്നല്ല. അപ്പൊ ഈ കുട്ടി എന്താ ചിന്തിക്കുക? നിങ്ങൾ ഒരു മൊബൈൽ നോക്കിനിപ്പോ ഉമ്മ ഇങ്ങനെയൊക്കെ പോടെ പറയണത് എന്തിനാ? അപ്പോ ഉമ്മാക്ക് എന്നോട് ഇഷ്ടമല്ല. അതാണ് ഉമ്മാക്ക് ഇപ്പൊ കുറച്ചായിട്ട് എന്താ വെച്ചാൽ എന്നോട് 4 കുട്ടികൾ എന്നോട് ഇപ്പൊ കുറച്ച് പറച്ചിൽ കൂടിക്കണം. അത് 4 കുട്ടികൾക്ക് തോന്നുന്നുണ്ട്, 4 കുട്ടികൾക്കും തോന്നുന്നുണ്ടത്. മനസ്സിലായില്ലേ? ഈ തോന്നൽ എന്ത് ചെയ്യുന്ന നിങ്ങള്, ഒരു കുട്ടി എത്രമാത്രം വഴിതെറ്റി പോകണോ അതിനനുസരിച്ച് നമ്മളെ പറച്ചിൽ കൂടും. അപ്പോൾ ഒരു ആൺകുട്ടി പുറത്തേക്ക് കളിക്കാൻ പോകും. ഓൻ പുറത്തേക്ക് കളിക്കാൻ പോയിട്ട് എന്ത് ചെയ്യും, തിരിച്ചു വരുമ്പോൾ കുറച്ച് സമയം വൈകിട്ടുണ്ടാവും. നമ്മളെ മനസ്സിലെന്താ, ഈ ആൺകുട്ടികളെ കൂടെ അവൻ കൂട്ടുകൂടി, പിന്നെ കമ്പനിയായി, പിന്നെ സിനിമക്ക് പോയി, പിന്നെ വേണ്ടാത്തരം ചെയ്ത്, പിന്നെ പുകവലിച്ച് കേടുവരുന്നുള്ള പേടി നമ്മളെ മനസ്സിലുണ്ട്. ഓൻ ഇപ്പോൾ സിനിമക്കും പോയിട്ടില്ല, പുകവലിച്ചിട്ടില്ല, ഒന്നുമില്ല. ഓൻ കുറച്ചു നേരം ഓവാലത്തും വരുന്ന നേരം വൈകി വന്നിട്ടേ ഉള്ളൂ. അതിനാണ് പറയാൻ നമ്മൾ ആരോട് പറയണ മാതിരി, പുകവലിച്ചവനോട് പറയുന്ന പോലെ, പ്രേമിച്ചവനോട് പറയുന്ന പോലെ, സിനിമ കണ്ടവനോട് പറയുന്ന പോലെയാണ് പറയും. അപ്പൊ പിന്നെ ഇങ്ങനെ ആലോചിക്കാണ്, പടച്ചോനെ ഓവാലത്തും ഒരു 5 മിനിറ്റ് ഇരുന്ന് വന്നീനിപ്പോ ഇങ്ങനെയൊക്കെ പറയണ്ടോ? അപ്പൊ എന്തോ ഇങ്ങനെ ഞാൻ വലുതാകും തോറും ഉമ്മാക്ക് എന്നോടൊരു ദേഷ്യമാണ്. മനസ്സിലായി? ഇത് ഏറ്റവും അധികം കേടുവരുന്നത് ഏത് വീട്ടിലെ കുട്ടികളറിയങ്ങൾ, ഏറ്റവും അധികം ദീനനുസരിച്ച് കുട്ടികളെ നടത്താൻ വിചാരിക്കണ വാപ്പാരിമാരി മക്കളാണ് ഏറ്റവും അധികം കേടുവരുന്നത്. കാരണം ഈ ബേജാർ ഏറ്റവും ഓർക്കുണ്ടാകുക, ഈ വർത്താനം ഏറ്റവും അധികം ഓരാ പറയാ, അവരാണിത് ഏറ്റവും അധികം പറയും, ഏറ്റവും അധികം അവരാ പറയാ. അതുകൊണ്ട് അവരെ കുട്ടികളാണ് ഏറ്റവും അധികം കേടുവരിക. അപ്പോ ആൾക്കാരനെ ചോദിക്കും, ഇത്രമാത്രം നല്ലൊരു കുടുംബത്തിൽ ഞങ്ങൾ ജീവിച്ച് ജുമാക്ക് പള്ളിക്ക് പോയി ഒക്കെ ഞങ്ങൾ ചെയ്തിട്ട് എന്താണ് ഇപ്പൊ എന്റെ കുട്ടികൾ ഇങ്ങനെ ആയിരുന്നു? ആൾക്കാർ ചോദിക്കും.
ഞാൻ പറഞ്ഞ ആ ചോദിക്കുന്നതിൻ്റെ ഉത്തരമാണ് ഞാൻ എന്ത് ചെയ്യണത് പറഞ്ഞു തരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം എന്താ പറയുക, ഈ ഒരു മനസ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതെനിക്കെന്നെ മനസ്സിലാച്ചാൽ ഈ കുട്ടികൾക്ക് എന്ത് ചെയ്താൽ ഈ മനസ്സുണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദേഷ്യമായിരിക്കണം, അവർക്ക് പിന്നെ കോപമായിരിക്കും. അങ്ങനെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, പിന്നെ നേരെ വാപ്പിമ്മയും പറഞ്ഞതിനെതിരെ ചെയ്യുള്ളൂ എന്ന് ഈ കുട്ടികളും തീരുമാനിക്കുകയാണ്. ഇങ്ങനത്തെ കുട്ടികളുണ്ടല്ലോ തീരുമാനിക്കുക എന്ന് വെച്ചാൽ വാപ്പിമ്മയും പറഞ്ഞതിന് എതിരെ ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കുക. അപ്പം എന്തേ കാരണം അവസ്ഥ നിങ്ങൾ വെച്ചാൽ അങ്ങനെ ഒരു എതിരായി ചെയ്യുള്ളൂ എന്നൊരു കുട്ടി തീരുമാനിച്ചത് എന്തേ കാരണം, നമ്മൾ നിസ്കരിക്കാൻ പറഞ്ഞാൽ എന്തില്ല നിസ്കരിക്കൂല. നമ്മൾ എന്തു പറയുന്നുവോ അതിന് നേർ വിപരീതമായിരിക്കും അവർ പ്രവർത്തിക്കുക. അതാണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്ന കാര്യം. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു കുട്ടി പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും നിങ്ങൾ പറയരുത്. ഒരു കുട്ടി പ്രതീക്ഷിക്കുന്ന ഒരിക്കലും നിങ്ങൾ കുട്ടിയോട് പറയരുത്. മനസ്സിലായില്ലേ? ഒരു കുട്ടി ഇപ്പം കുറച്ചു നേരം ഇങ്ങനെ എന്തെങ്കിലും കുട്ടി ഒരു കാര്യം ചെയ്തിട്ട് നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് കുട്ടിയോട് പറയരുത്. നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? ഇപ്പം ഉമ്മ ദേഷ്യം, ഇപ്പോൾ എനിക്ക് 2-3 കുട്ടികളിലൊക്കെ വേഗം മനസ്സിലാവും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് ദേഷ്യപ്പെടാൻ വേണ്ടി ചെല്ലുമ്പോൾ ഉമ്മ വരുന്നുണ്ട്, അത് ശരി ഉമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മനസ്സിലാവില്ലേ? ഇമ്മ അങ്ങനത്തെ ഒരു സാധനമാണ്. എന്തേലും വെറുതെ ആവശ്യമില്ല ചൂടായും കൊടുക്കും, ഒരു സ്വൈരം തരൂല. അതൊരു 1/4 മണിക്കൂറിനും പറയാണ്ട് അമ്മാനെ പറ്റിയിട്ട്. മനസ്സിലായി? അതാ തീരുമാനിക്കുക. നമ്മൾ എന്തായിരിക്കും കുട്ടികളുടെ അവസ്ഥ വെച്ചാൽ നിങ്ങൾ, ഇതാണ് കുട്ടികളുടെ മനസ്സിലുള്ള കാര്യം. അപ്പം ഞാൻ പറഞ്ഞത് കുട്ടികൾ പ്രതീക്ഷിക്കുന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്, പ്രതീക്ഷിക്കാത്തത് ചെയ്യുന്നതാണ് സ്നേഹം കേട്ടോ. ഗ്ലാസ് കയ്യിൽ നിന്ന് വീണ് പൊട്ടി, ഉമ്മ ചീത്ത പറയുന്ന പ്രതീക്ഷിക്കണത്. അത് എൻ്റെ അടുത്തും പൊട്ടല്ലേ, എൻ്റെ അടുത്തും പൊട്ടല്ലേ, എൻ്റെ അടുത്ത് പൊട്ടി എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടല്ലേ ഗ്ലാസ്, അതിനിപ്പോൾ എന്തിനാ വിഷമിക്കണു എന്നൊരു ഉമ്മ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇനി ഗ്ലാസ് പൊട്ടിന് 1/2 മണിക്കൂർ ചീത്ത പറഞ്ഞാൽ എന്തിനും കാര്യമുണ്ടോ? കാര്യമില്ല. എന്നാ ഗ്ലാസ് പൊട്ടിന് ഈ വർത്താനം പറഞ്ഞാലോ? ഇനി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ കുട്ടി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് മരത്തിന് പിന്നെ എത്ര പൊട്ടിലും കുഴപ്പമില്ലല്ലോ, നമ്മളിത് പൊട്ടിയല്ലോ പ്രശ്നം. ഇതൊക്കെ കുട്ടിയൊക്കെ അറിയാം, കുട്ടിയൊക്കെ എല്ലാ കാര്യത്തെക്കുറിച്ചും നന്നായിട്ട് വിവരമുണ്ട്. അപ്പം എന്താ പറയുക സഹോദരിമാരെ, നിങ്ങളെ ഒന്ന് ബുദ്ധി കൊടുത്ത് ഒന്ന് ചിന്തിച്ച് ഈ കുട്ടികളുടെ ഇടയിൽ നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ ദീർഘിച്ച് പറയുന്നതിൻ്റെ സമയം ഏകദേശമായി തോന്നുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുട്ടികളെ നന്നാക്കാൻ, നിങ്ങളുടെ ഭർത്താവിനെ മാറ്റാൻ എല്ലാറ്റിനും നിങ്ങൾക്ക് പറ്റും. പ്രത്യേകിച്ച് എനിക്കൊണ്ട് ദ്വീപിലൊക്കെ പെണ്ണുങ്ങൾക്കാണ് അധികാരം എന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു ഊഹം പറയണ്ടോ, വെറുതെ ഞാൻ പറയണ ഇച്ചിരി തലശ്ശേരി അങ്ങനെ ഭാഗത്തൊക്കെ അങ്ങനെ പറയണേക്കാം. ഇപ്പം നല്ലതാണ് ഞാൻ പറഞ്ഞത്. അൽ മർഅത്തു റാഇയത്തുൻ ഫി ബൈത്തി സൗജിഹ എന്നാണ്. ഭർത്താവിനെ മാത്രം ഭരിക്കാതെ തന്നാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ഭരിക്കാം, ഒരു പ്രശ്നമല്ല കേട്ടോ. പെണ്ണിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്, എല്ലാവരെയും നമുക്ക് ഭരിക്കാം, ഭർത്താവിനെ മാത്രം ഭരിക്കാതിരിക്കാം. ഭർത്താവിനെ ഭരിച്ചാൽ എന്താ നിങ്ങൾ പിന്നെ നാഥനില്ലാതെ ആവും, വീട്ടിലൊരു നാഥൻ ഉണ്ടാവില്ല. പിന്നെ അയാളൊരു നാഥനായിട്ട് അവിടെ ഇരിക്കണം നല്ലതാണ് എപ്പോഴും. അല്ലെങ്കിൽ നമുക്ക് തന്നെ പിന്നീട് എന്ത് ചെയ്യും, ബുദ്ധിമുട്ടായി വരും. അപ്പോൾ പടച്ചോ നിശ്ചയിച്ചൊരു പോസ്റ്റാണ്, അത് അയാൾക്ക് കൊടുക്കുക നല്ലത്. എന്നിട്ട് മാറ്റമുണ്ടാക്കാൻ ഈ നാട്ടിലൊട്ടുക്ക് നിങ്ങൾക്ക് പറ്റും. ഞാൻ പറഞ്ഞപ്പോൾ ഈ ദ്വീപിലൊക്കെ ഉള്ള മൊത്തം ആളുകളെ മാറ്റണമെങ്കിൽ ഇവിടുത്തെ സ്ത്രീകൾ മാറിയാൽ മതി. ഏതെങ്കിലും ഒരു വീട്ടിലൊരു സ്ത്രീ നമ്മൾ ആദർശം സ്വീകരിക്കുകയാണെങ്കിൽ ആ വീട് മാറിയിരിക്കും. എന്നാൽ പുരുഷൻ സ്വീകരിച്ച് സ്ത്രീ സ്വീകരിക്കുക എന്നാലോ വല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റിക്കോളന്നില്ല. പെണ്ണ് മാറിയാൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ നാട് മാറ്റാൻ പറ്റും, നിങ്ങളുടെ വീട് മാറ്റാൻ പറ്റും, നിങ്ങളുടെ കുടുംബം മാറ്റാൻ പറ്റും, എല്ലാത്തിനെയും മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിന് നിങ്ങൾക്ക് ആവശ്യം അറിവാണ്, നിങ്ങൾ കേൾക്കണം. ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ ഓരോ സംസാരങ്ങൾ, ഇപ്പോൾ നമ്മുടെ റേഡിയോയിലൊക്കെ ഉണ്ട്, റേഡിയോ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, റേഡിയോയിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ സ്നേഹക്കൂട്, ഇതുമാത്രം ചർച്ച. ഇപ്പോൾ ഒരു പുതിയ സാധനം വരാൻ പോകുന്നുണ്ട്, ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതായത് പലപ്പോഴും അമ്മായിമ്മമാരെ മരുമക്കൾ പീഡിപ്പിക്കുന്നു എന്നല്ല പറയൽ. ഇപ്പം ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അമ്മായിമ്മമാർ മരുമക്കളെ പീഡിപ്പിക്കുന്നതാണ് ഇതുവരെ നമ്മൾ വായിച്ച്. ഇപ്പോൾ മരുമക്കൾ അമ്മായിമ്മമാരെ പീഡിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അവസാനം കണ്ടെത്തിയത്. അതാണിപ്പോൾ നമ്മൾ റേഡിയോയിലെ അടുത്ത ഒരു പങ്ക്തി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആണും മരുമകനും അമ്മായിമ്മയും ഒക്കെ പിന്നെ മകനും മകളും ഒക്കെ MBBS-ഉം എഞ്ചിനീയറിംഗ് ഒക്കെയാണ്. ഓരെന്ത് ചെയ്യും, കോഴ്സ് കഴിയുന്ന വരെ അവിടെ നിൽക്കും, കോഴ്സ് കഴിഞ്ഞാൽ അവർ കല്യാണം കഴിക്കും, അവിടെ ഫ്ലാറ്റ് എടുക്കും, അവിടെ താമസിക്കും. പിന്നെന്തായിരിക്കും, അവൻ്റെ അമ്മാക്കും കിട്ടൂല, അവളമ്മാക്കും കിട്ടൂല. ആ സാധുക്കൾ അങ്ങനെ വീട്ടിലിരിക്കും. പീഡിപ്പിക്കണമെങ്കിൽ വീട്ടിൽ കിട്ടണേ, വീട്ടിൽ കിട്ടുന്നതന്നല്ല മരുമക്കളെ എന്നാ പറയണത്. മനസ്സിലായി? അവിടെ ഒരാളുണ്ട്, അയാളുടെ മകൻ മെഡിക്കൽ കോളേജിൽ പഠിച്ച് PG എടുത്ത് അവിടെ തന്നെ പെണ്ണിനെ കല്യാണം കഴിച്ചു. കാണുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, എന്നെ കാണുമ്പോൾ കരയാണ്.
കരണ്ട് അയാൾ പറയും തരും. എനിക്ക് വീട്ടിൽ അവൾ വരുമൊന്നും വേണ്ട, പക്ഷെ ഓൾക്ക് 2 കുട്ടികളുണ്ടല്ലോ, എനിക്ക് കാണാൻ കിട്ടുന്നില്ല. എന്താട്ടാ, പേരക്കുട്ടികളെ കാണാൻ കിട്ടുന്നില്ല. ആഗ്രഹമുണ്ട്. അവരെ ഫ്ലാറ്റിൽ ഞങ്ങൾ പോയി ഇന്ന് അവർക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരണ്ടേ. അവളെ വീട്ടിലേക്കും പോവില്ല, ഞങ്ങളെ വീട്ടിലേക്കും വരില്ല. എന്താ ചെയ്യാൻ, കരയും ആരും. അപ്പം അങ്ങനത്തെ ജീവിത ചുറ്റുപാടുകൾ നമ്മളെല്ലാം നമ്മളെ റേഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും വളരെ സന്ദർഭോചിതമായി നന്നായി നമ്മൾ പറഞ്ഞു. നിങ്ങൾ കേൾക്കണം, അറിയണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ള മാർഗ്ഗങ്ങൾ ഇപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവിടെ എൻ്റെ ഒന്ന് പള്ളിക്കാണ് ജുമാക്ക്. നിങ്ങൾ ഒരിക്കലും പോകാതൊക്കെ ജുമാക്ക് നിങ്ങൾ പോകണം, നിർബന്ധമായി പോകണം. സ്ത്രീക്ക് ജുമാ നിർബന്ധമൊന്നുമല്ല, പക്ഷെ അതിനാ പോയിട്ട് വരുമ്പോൾ നമുക്കൊരു റാഹത്താണ്, മനസ്സൊക്കൊരു സന്തോഷമാണ്, ഒരു സമാധാനമാണ്. അത് വേറൊന്നുകൊണ്ടും കിട്ടൂല, വേറൊന്നുകൊണ്ടും കിട്ടൂല. ഞാൻ പണ്ട് കാലത്ത് ഞാൻ ചെറുപ്പത്തിൽ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ക്ലാസ്സിനൊക്കെ ഒരു സ്ത്രീ വരും. അപ്പോൾ ആ സ്ത്രീ ഒരിക്കലും എന്ത് ചെയ്യൂല വെച്ചാൽ നമ്മളെ ജുമാക്ക് വരില്ല. അപ്പോൾ എല്ലാവരും കൂടെ എന്നോട് പറഞ്ഞു, ഇവരെല്ലാ ക്ലാസ്സും ഉണ്ടാവും പക്ഷെ ജുമാക്ക് വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തറിയും, ആ സ്ത്രീ പറഞ്ഞു, ഇനി നിങ്ങളെ നാട്ടിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വരണമെങ്കിൽ ഒരു വെള്ളിയാഴ്ച നിങ്ങൾ പള്ളിയിൽ പോയി എന്നുള്ള വിവരം എന്നെ അറിയിച്ചാലേ വരുള്ളൂ. വെറുതെ പറഞ്ഞാണ്. അപ്പോൾ അത് ക്ലാസ് എടുക്കാൻ ചെല്ലണമെന്ന് അതിന് അത്രയും ആഗ്രഹമുള്ളതുകൊണ്ട് ഇന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരാഴ്ച ജുമാക്ക് പോയി. പിന്നെ ഇതുവരെ ജുമാക്ക് പോകാൻ പറ്റില്ല നമ്മളെ, പിന്നെ ഇതുവരെ ജുമാക്ക് പോകാനിട്ടില്ല. അതായത് ജുമാക്ക് പറഞ്ഞാൽ ഞങ്ങളെ പള്ളിയിലൊക്കെ എന്താ വെച്ചാൽ ശരിക്ക് ശുദ്ധിയില്ലാത്ത സ്ത്രീകൾ വരെ പള്ളിക്ക് വരും, പക്ഷെ പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറില്ല എന്നുള്ളൂ, പുറത്തിരിക്കും. അവർക്ക് ആ ജുമാ ഖുതുബ കേട്ടാലേ ഒരാഴ്ചത്തെ ഒരു മനസ്സമാധാനം കിട്ടുള്ളൂ. അതൊരു പ്രധാന സംഗതിയാണ്. അത് പടച്ചോൻ അതിനു വേണ്ടി നിശ്ചയിച്ചൊരു കാര്യമാണ്. ഇങ്ങക്കൊരു അനുവാദം തന്നീന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളൂ. പോണ്ടാറ എന്താ കാട്ടുക, ഒരു അനുവാദം ഉള്ളത് വലിയ അൽഹംദുലില്ലാ. അപ്പോൾ ഒന്ന് പോയിട്ട് കേട്ട് എന്ത് ചെയ്യുക, അത് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അധികം പറയുന്നില്ല. നിങ്ങൾ ശരിക്കും ഒരു ഇസ്ലാമിക ചിട്ടയിൽ സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ ഇസ്ലാമിക സംസ്കാരത്തിൽ വളർത്തുകയും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ മക്കൾക്കുമെല്ലാം മനസ്സമാധാനവും മനസ്സന്തോഷവും നൽകുന്ന ഒരു ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നാളെ നിങ്ങൾക്ക് സ്വർഗത്തിന് ഏറ്റവും അവകാശപ്പെട്ടത് നിങ്ങളുടെ ഈ അധ്വാനങ്ങൾ ഫലപ്പെടുമ്പോഴാണ്. ഇപ്പം ഞാനിവിടെ ക്ലാസ് എടുക്കുന്നു, എൻ്റെ അമ്മക്കൊരു കൂലിയിട്ടും നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന മക്കളും നിങ്ങളുടെ ഭർത്താവ് എന്തൊരു നല്ല കാര്യത്തിന് പോയാലും ആ ഭർത്താവ് ചെയ്യുന്ന നല്ല കാര്യത്തിന് അത്ര കൂലി നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അത്ര കൂലിൻ്റെ ഭാര്യ കിട്ടും. പക്ഷെ എന്തുള്ളൂ, പോരുന്ന സമയത്ത് ആ പോയിക്കോട്ടെ നല്ല കാര്യത്തിനല്ലേ എന്നുള്ള മനസ്സ് തോന്നണം, അല്ലെങ്കിൽ കഴിഞ്ഞ്. മനസ്സിലായി? അത്രയും ആവശ്യമുള്ളവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നമ്മൾ പോരുമ്പോൾ. അപ്പം എന്ത് ചെയ്യും, ആ ബുദ്ധിമുട്ട് സാരല്ല, അവിടെ പോയിട്ട് എന്ത് പറഞ്ഞാലും അതിൻ്റെ അത്ര കൂലി തഅദിലുകുല്ല ഷൈ എന്നാണ്. എന്ത് ചെയ്തതിന് തുല്യ കൂലിയാണ്. നിങ്ങളെ ഭർത്താവ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് തുല്യ പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ആ ഭർത്താവിനെ ആ നന്മയിലേക്ക് പ്രോത്സാഹിപ്പിച്ചും നമ്മുടെ മക്കളെ നല്ല വഴിക്ക് നടത്തിയും കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഇഹലോകത്തും പരലോകത്തും സാധ്യമായി തീരും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദീനിയായി ജീവിക്കാനും അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങൾക്ക് എന്തിനും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ആ സംശയം ആ ആ ആ ആ അതെ 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 അത് വിശദീകരണം ആവശ്യമുള്ളതാണ്. അതായത് ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഉമ്മ ജോലിയിൽ സഹായിക്കാത്തതിനാണ് ഉമ്മ ഈ ദേഷ്യപ്പെടുന്നത്, പക്ഷെ അത് കുട്ടിക്ക് മനസ്സിലാവണില്ല. അപ്പം നമ്മൾ എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയും, കുട്ടികൾ നിങ്ങൾ വിചാരിച്ച പോലെ അവർ ഒരു പെൺകുട്ടി, ഞാൻ എന്താ പറഞ്ഞത്, ആ കുട്ടി നിങ്ങൾ വിചാരിച്ച പോലെ ജോലികളിൽ നിങ്ങളോട് സഹകരിക്കാനുള്ളൊരു വഴി എന്താ നിങ്ങൾ എന്താ അത് വെള്ള ആ ആ ഞാൻ കൊടുക്കേ ആ ഇനി മതി. വെള്ളമൊക്കെ അവർക്ക് എപ്പോഴും കൂടി ക്ലാസ് എപ്പോഴേ കിട്ടുള്ളൂ. നോക്കിയൊരു മിനിറ്റ്. പിന്നെ അതിനുള്ളൊരു പരിപാടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെയാവാതിരിക്കാനുള്ള കാരണം എന്താ നിങ്ങൾ എന്താ വെച്ചാൽ, ഒരു വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾക്കൊരു ഉത്തരവാദിത്വം ഉമ്മ കൊടുക്കണില്ല. അവൾക്കൊരു ഉത്തരവാദിത്വം കൊടുക്കണില്ല. നിസ്കരിക്കണ ഉത്തരവാദിത്വം കൂടി ഉമ്മാക്കാം. അതെങ്ങനെയും മനസ്സിലായോ? മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ് കടന്നുറങ്ങും. എന്താ അവൾ സമാധാനം? നിസ്കരിച്ചോ അല്ലേ നോക്കിയിട്ട് ഉമ്മ കിടക്കുള്ളൂ. അവിടെ ഉമ്മ വിളിക്കും, നിസ്കരിച്ചോ ചോദിക്കും. അപ്പോൾ നിസ്കരിച്ചിട്ടില്ല എന്നുള്ളൊരു ബേജാറും കൂടിയും എന്ത് ചെയ്യണ്ട,
വായിക്കിനോടത്ത് കിടന്നുറങ്ങുമ്പോൾ ഒരു കുട്ടിക്ക് വേണ്ട എന്നുള്ളതാണ്. അതാണ് നമ്മളെ ഞാൻ പറഞ്ഞ വീട്ടിലത്തെ സമ്പ്രദായം. ഏത് അവരുപയോഗിക്കുന്ന അടിവസ്ത്രങ്ങൾ പോലും ആരലക്കി കൊടുക്കും? ഉമ്മാരക്കും. ഒരു ഉത്തരവാദിത്വമില്ല. അങ്ങനത്തെ ഒരു കുട്ടി നിങ്ങൾ വീട്ടിൽ മരിച്ച് കിടക്കാന്ന് പറഞ്ഞാലും അവളെ വായിക്കൊന്നും നോക്കൂല. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവൾക്ക് തോന്നൂല ഞാനൊന്ന് പോയി ഉമ്മാനെ ഹെൽപ്പ് ചെയ്യണം തോന്നൂല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തറിയോ, അവളെ ഏൽപ്പിക്കുന്ന പണി നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അവളെ ഏൽപ്പിക്കുന്ന പണി നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് ചെയ്യാത്തതിന്റെ ബുദ്ധിമുട്ട് അവൾ അനുഭവിക്കണം. അപ്പൊ +2 പഠിക്കുന്നൊരു മോൾ നിങ്ങൾക്കുണ്ട്, സ്കൂൾക്ക് പോകുന്നുണ്ട്. അപ്പൊ എന്തിനോട് പറയാന്ത്, സ്കൂൾക്ക് പോകേണ്ട സമയത്ത് ഭക്ഷണമൊക്കെ ഇവിടെ ഉണ്ടാവും, ചോറ്റുപാത്രത്തിൽ എൻ്റെ ചോറ് നീ ആക്കണം, നിനക്കുള്ള ഡ്രസ്സ് നീ എടുത്തു വെക്കണം. നമ്മൾ പറഞ്ഞൊരു 3 കാര്യമുണ്ട്. ആ 3 കാര്യം അവൾ സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അവൾ സ്കൂൾക്ക് പോകണ്ട. പ്രശ്നമല്ല, നമുക്ക് ഒന്നും സംഭവിക്കൂല. മനസ്സിലായി? ഒരു ദിവസം സ്കൂൾക്ക് പോകില്ല, പിറ്റേന്ന് അവൾ എന്ത് ചെയ്യും, നേരത്തെ അലാറം വെച്ച് നീക്കും, സുബഹി നിസ്കരിക്കും. ഒക്കെ ഇത് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളെ മക്കൾ എന്തായാലും നന്നാവില്ലെന്ന് മാത്രമല്ല, അവരിഞ്ഞ് വല്ല ഹോസ്റ്റലിലോ ഭർത്താവിൻ്റെ വീട്ടിലോ എത്തിയാൽ അവരുടെ ജീവിതത്തിലെ ദുരന്തം അന്ന് ആരംഭിക്കും. ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു പെണ്ണിന് ഭർത്താവിൻ്റെ വീട്ടിൽ ചെയ്താൽ മുഴുവൻ ഉത്തരവാദിത്വം ഒന്നിച്ചിന് കിട്ടും. അങ്ങനെ ഒന്നിച്ചിന് കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, അവൾ പോയ സ്പീഡിൽ കിട്ടണം പോരും. ആ സംഭവിക്കുക. അതിന്റെ ഉത്തരവാദിത്തം ആരാണെങ്കിൽ ഉമ്മയാണ്, നിങ്ങളായാലും ഉത്തരവാദിത്തം. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ വൈഫിന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണെന്ത്, കുട്ടികൾക്ക് പ്രായമനുസരിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവരെ ഏൽപ്പിക്കണം. ചെയ്തില്ലേ വേണ്ട അതിന്റെ കാര്യം ചെയ്തോട്ടെ. ഒരു ഇന്നലത്തെ യൂണിഫോം ഇട്ട് പോയിക്കോട്ടെ, നാളെ അതിനിട്ടോട്ടെ, മറ്റന്നാളോ അതിനിട്ടോട്ടെ. കുട്ടികൾ വെക്കൂലേ, അതിന്റെ തിരിക്കാൻ പറ്റുന്നില്ല എന്ന് കുട്ടികൾ പറയും, അപ്പോൾ ഇറക്കിക്കോളും. നമ്മളെന്തിനാ ബേജാറാവണു? അവൾ യൂണിഫോം മഷി ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അവൾ കണ്ടുപിടിച്ചുള്ള എങ്ങനെ കറ പോകാന്ന് അവൾ ചോദിക്കും നമ്മളോട്. ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ ആരും ചെയ്യണില്ല, നിങ്ങളെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. മനസ്സിലായി? ഉത്തരവാദിത്തം അവർക്ക് എന്ത് ചെയ്യണം, ഏൽപ്പിച്ചു കൊടുക്കണം. ആൺകുട്ടികളെ സംബന്ധിച്ചും ആൺകുട്ടികൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതാണ് ചെയ്യുന്നത്. എനിക്ക് പറയാൻ പറ്റില്ല, 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഡ്രസ്സും എൻ്റെ അമ്മ തൊട്ടിട്ടില്ല. 5ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അത്രയും കുട്ടികളുള്ളത് കൊണ്ടാണ് കേട്ടോ, നിങ്ങളങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നില്ല, തൊട്ടിട്ടില്ല. മനസ്സിലേ? കല്യാണം കഴിഞ്ഞിട്ട് ഞാനൊരു ഡ്രസ്സുമ്പോൾ ഞാൻ തൊട്ടിട്ടില്ല. മനസ്സിലായി? 5ാം ക്ലാസ് മുതൽ കല്യാണം കഴിക്കുന്നത് വരെ ഞാൻ അലക്കിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഡ്രസ്സുമേ ഞാൻ തൊട്ടിട്ടില്ല എന്ന് എൻ്റെ ഓർമ്മ. ചിലപ്പോൾ എന്തിലൊക്കെ എവിടെയെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ, സൗദി അറേബ്യയിൽ എവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ മൊത്തം 10 ദിവസത്തേക്കാണെങ്കിൽ 10 ദിവസം ഡ്രസ്സ് ആയിട്ട് പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിവർത്തില്ലെങ്കിൽ മാത്രം ചെയ്യും. ചെയ്യണ തെറ്റായിട്ടൊന്നുമല്ല കേട്ടോ, വൈഫിന് അതാണ് ഇഷ്ടം. അപ്പോൾ ഞാനതന്നെ താല്പര്യം. എന്താ അവർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, നമുക്കുള്ള സൗകര്യമാണുള്ളത്. അപ്പോൾ അത് നമ്മൾ ഓരോന്നിനനുസരിച്ച് നമ്മൾ ചെയ്യണം. അങ്ങനെയാണ് സംഗതികൾ വേണ്ടത്. അപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം, നിസ്കാരമൊക്കെ ഇപ്പോൾ എന്തായാലും എന്ത് ചെയ്യണം, നിസ്കരിച്ചില്ലെങ്കിൽ എന്താണ്, നിസ്കരിക്കാത്തതിൻ്റെ പ്രശ്നം പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ നിസ്കരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഏറ്റെടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിക്കൽ നിങ്ങൾക്ക് മരിച്ചാലും തീരൂല. ലോകാവസാനം വരെ നിങ്ങൾ ചോദിക്കേണ്ടി വരും, നിസ്കരിച്ചോ. അതാണ് അതിനുള്ള പരിഹാരമാർഗം. എങ്ങനെ? അല്ല, അതെന്തറിയോ, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് മാത്രം നിസ്കരിക്കുന്നവൻ അവന് വേണ്ടിയല്ല നിസ്കരിക്കുന്നത്. ആ നിസ്കാരം കൊണ്ട് അവന് കുറ്റം കിട്ടും. ഫവൈലുല്ലിൽ മുസല്ലി എന്ന് പറയണ്ടല്ലോ, കുറ്റം കിട്ടും. അതുകൊണ്ട് നിസ്കരിക്കണമെന്ന ബോധം അവനിൽ ഉണ്ടാക്കാനുള്ള ക്ലാസ്സുകളും പരിപാടികളും കൊടുത്ത് അവനെ മാറ്റുക എന്നല്ലാതെ നമ്മൾ പറഞ്ഞത് കൊണ്ട് മാത്രം നിസ്കരിക്കുന്നത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. കുട്ടികൾ മാറും. ഒരു പക്ഷെ എന്താ വെച്ചാൽ ഈ നിസ്കാരം നമ്മളിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതുകൊണ്ട് അവനതൊരു ആത്മാർത്ഥമായി ചെയ്തതിൻ്റെ ഒരു ഗുണം ജീവിതത്തിൽ അനുഭവിക്കാത്തത് കൊണ്ടാണ് നിസ്കരിക്കാൻ താല്പര്യമില്ലാത്തത്. സ്വന്തം നിലക്ക് ചെയ്തു വരുമ്പോൾ എന്ത് ചെയ്യും, ശരിയായി വരും. ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഗവൺമെൻറ് ജോലിയിലെ ആളുകൾക്ക് അവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, പലിശ അതിൽ വരുന്നതിനെ കുറിച്ചുള്ള നമ്മളിത്രേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ നിർബന്ധ സാഹചര്യങ്ങളാണ് നമുക്ക് അക്കൗണ്ടൊക്കെ. അങ്ങനെ വരുമ്പോൾ പലിശ വരാവുന്ന എല്ലാ ഇടപാടുകളും അക്കൗണ്ടുകളും നമ്മൾ ഒഴിവാക്കണമെന്നാണ്
എന്നാൽ ഇത് നിർബന്ധമായി വരുന്നൊരു കാര്യമാണ്. ജോലി നിലനിൽക്കണമെങ്കിൽ അക്കൗണ്ട് വേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥപ്പെടുന്നത്. കാരണം ഇപ്പം അക്കൗണ്ട് വഴിയാണ് ശമ്പളം കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അക്കൗണ്ടിൽ വരുന്ന പലിശ എത്രയാണോ അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും ആ സംഖ്യ നമ്മൾ എന്ത് ചെയ്യുക, പിൻവലിച്ചിട്ട് ഏതെങ്കിലും പലിശ അടക്കാനുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്കോ നമ്മൾ എന്ത് ചെയ്യുക, ആ പൈസ കൊടുത്ത് നമ്മുടെ സമ്പത്തിനെ പലിശയിൽ നിന്ന് മുക്തമാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്ന്, പലിശ വരാതിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും സൂക്ഷ്മത. വരൽ നിർബന്ധമായൊരവസ്ഥയാണെങ്കിൽ അത് നമ്മുടെ സമ്പത്തിൽ കലരാതെ വേർതിരിക്കുക എന്നതാണ് അതിനുള്ള മാർഗം. വേറെന്തെങ്കിലും ചോദ്യം? ഭർത്താവ് ദേഷ്യം ഉള്ള ആളാണ്. ദേഷ്യത്തിൽ ഇപ്പോൾ ആരും കുറവില്ല. കാരണം ഇപ്പോഴത്തെ ഒരു പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ദേഷ്യം പറയാൻ വയ്യ, ഭർത്താവ് ദേഷ്യം പറയാൻ വയ്യ. ദേഷ്യത്തിനുള്ളൊരു പരിഹാരം എന്താ നിങ്ങൾ, അത് ഞാൻ പറഞ്ഞുതരാം. ദേഷ്യം ഉണ്ടാവുന്നത് എന്തുകൊണ്ട് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ദേഷ്യം ഉണ്ടാവാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സ് പ്രശ്നങ്ങളിലും സങ്കീർണതകളിലും വിഷമങ്ങളിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് കോപം വരും. അതാരോടെ കോപിക്കാൻ പറ്റുള്ളൂ വെച്ചാൽ കണ്ടക്ടറോടോ ഡ്രൈവറോടോ ഓട്ടോറിക്ഷക്കാരോടൊക്കെ കോപിച്ചാൽ അദ്ദേഹം അരുൾ തിരിച്ചെടുപ്പ് പറയും. അതുകൊണ്ട് ഏറ്റവും കോപിക്കാൻ നല്ലത് എന്താ വെച്ചാൽ ഏറ്റവും അടുത്ത ആളോടാണ്. ഭർത്താവിന് കോപിക്കാൻ ഏറ്റവും നല്ലത് ഭാര്യയോട്, ഭാര്യയ്ക്ക് കോപിക്കാൻ ഏറ്റവും നല്ലത് ഭർത്താവിനോട്, ഉമ്മാക്ക് കോപിക്കാൻ ഏറ്റവും നല്ലത് മക്കളോട്. അതുകൊണ്ടാണ് നമ്മൾ അവരോട് കോപിക്കണം. മനസ്സിലായില്ലേ? അപ്പം അതാണ് സാധാരണ നടക്കുന്നത്. അപ്പം ഈ കോപത്തിൻ്റെ മാനസികാവസ്ഥ, ടെൻഷനുകളെ ഇല്ലാതാക്കലാണ് ഒരു പരിഹാരം. അതിന് എന്താണോ പ്രായോഗിക മാർഗം ചിന്തിക്കുക. ഒരു പക്ഷെ ഒരു വ്യക്തിൻ്റെ ഉള്ളിലെ വിഷമങ്ങളെ നീക്കാൻ ഭർത്താവിൻ്റെതാണെങ്കിൽ നമുക്ക് പറ്റിക്കോളുന്നില്ല. അത് നമുക്കുള്ള പരിഹാരം എന്താണ്? കോപം വരുന്നത് എപ്പോഴാണെന്ന് 1-2 ദിവസം നമ്മളൊന്ന് നിരീക്ഷിക്കാം. കോപം വരുന്നത് എപ്പോഴാണ്? ഒരു ഭർത്താവിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അയാൾ കോപിക്കുന്നത് എപ്പോഴാണെന്ന് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഒരു ഭർത്താവ് കോപിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു മിനിമം ചില കാര്യങ്ങൾ, ഒരു പരിഗണന ഒരു ഭാര്യയിൽ നിന്ന് വേണമെന്ന് ഒരു ഭർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മിനിമം, അധികം ഒന്നുമില്ലെങ്കിൽ മിനിമം കാര്യം. അപ്പം എന്താ വെച്ചാൽ അത് ചെയ്യുന്നില്ലെങ്കിൽ ഇവൾക്ക് ഇന്നൊരു വിലയില്ല എന്നാണ് എന്ത് ചെയ്യുക, ഒരു ഭർത്താവ് മനസ്സുകൊണ്ട് വായിക്കുക. അതിന് ചിന്തിക്കുമ്പോൾ ഭർത്താവിന് മാത്രമല്ല ഇന്ന വില വെക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിയന്ത്രണം വിട്ടുപോകും. വിടാനൊന്നും പറ്റൂല കേട്ടോ. ഇതൊക്കെ ഞാൻ അതിൻ്റെ ഒരു സൈക്കോളജി പറയാമെന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ ആവാനുള്ള തെളിവൊന്നുമല്ലത്. അപ്പം അങ്ങനെ വരുന്ന ചില കാര്യങ്ങൾ എന്താ, നിങ്ങളെ ഭർത്താവിൻ്റെതാവില്ല വേറൊരാൾക്ക് ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചില ആളുകൾക്ക് എന്തുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചാൽ ആകെ താല്പര്യം എന്തുണ്ടാവുള്ളൂ വെച്ചാൽ അയാൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം, അയാളെ കൺസിഡർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു മൂപ്പർക്കും വേണ്ടി ഒരു ഭക്ഷണത്തിന് വേണ്ടി അവൾ ഒരുങ്ങിയിട്ടുണ്ട്, എനിക്കൊരു ഭക്ഷണം തരണം, ഞാനത് സംതൃപ്തിയോടെ കഴിക്കണം എന്ന നിലക്ക് ഒന്ന് റെഡി ആയിട്ടുണ്ട് എന്ന് ആർക്ക് തോന്നിയാൽ മതി. അത് തോന്നിയിട്ടില്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ച് ബുദ്ധിമുട്ടി വരുമ്പോഴും ഒരു ഗ്ലാസ് വെള്ളമോ, നിങ്ങൾ സംസാരം പരമാവധി ഒന്ന് ശബ്ദം കുറച്ച്, പിന്നെ പരമാവധി എന്താന്ന് വിചാരിച്ചാൽ അത് തോന്നിയിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ എനിക്കൊരു നിലയും വിലയില്ലാന്ന് തോന്നുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനസ്സുണ്ടല്ലോ. ചിലപ്പോൾ ഡ്രസ്സായിരിക്കും, ചില ആൾക്കാർക്ക് ഭക്ഷണമായിരിക്കും, ചിലർക്ക് ഉറങ്ങാൻ കൂടെ ഉണ്ടാവാന്നായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ഉണ്ടാവും. മനസ്സിലെ? അയാളെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇപ്പം നമ്മൾ കുട്ടികളെയൊക്കെ പരിഗണിക്കും, കുട്ടികളെല്ലോ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കും, അതൊക്കെ ചെയ്യണ ഇയാൾ കാണും. പക്ഷേ മൂപ്പർക്ക് ഒരു ദിവസം കിട്ടേണ്ട ഒരു മിനിമം കാര്യം പോലും എന്ത് ഉണ്ടാവില്ല, ഭർത്താവല്ലേ ഇവരൊക്കെ ചെയ്തോളും നിൽക്കുക, അതിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, എനിക്ക് ഇനി ഇവിടുന്ന് രാവിലെ നാസ്ത അല്ലെങ്കിൽ വൈകുന്നേരം കഴിച്ചോളും എന്നെന്ത് ചെയ്യും, വിചാരിക്കും മനസ്സുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറയണമെന്ന് വെച്ചാൽ അയാൾക്ക് നൽകേണ്ട ചില പരിഗണനകൾ നൽകുക. അതെന്താണ് നിങ്ങളെ ഭർത്താവിൻ്റെ നിങ്ങൾ മനസ്സിലാക്കണം. 2-3 ദിവസം അങ്ങനെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അത് മാത്രം നിങ്ങൾ പരിഹരിച്ചാൽ മതിയാവും, നിങ്ങൾക്ക് സമാധാനമായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ദേഷ്യപ്പെടുന്നതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, എന്നെ വില വെക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം കേട്ടോ. ഇപ്പോൾ കുട്ടികൾ എത്ര പഠിക്കാമെന്നാലും ഞങ്ങളാരും കുട്ടികളെ ദേഷ്യപ്പെടില്ല. അധ്യാപകന്മാർക്ക് അറിയാൻ പറ്റും എപ്പോഴാണ് ദേഷ്യപ്പെടാൻ. നമ്മൾ എഴുതാൻ വേണ്ടി പറഞ്ഞു, എഴുതി വന്നില്ല. അപ്പോൾ എഴുതി വരാതിരുന്നാൽ അവൻ്റെ പഠനം മോശമാവും, പരീക്ഷയ്ക്ക് തോൽക്കുന്നതല്ല, ഞാൻ പറഞ്ഞത് അവൻ കേട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ദേഷ്യത്തിൻ്റെ പൊരുൾ. ഇവൻ ഹോംവർക്ക് ചെയ്യാതെ തോറ്റു പോകുമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല അവൻ തല്ലണേ, ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല എന്നുള്ളതാണ്. ഇതെല്ലാവരും മനഃശാസ്ത്രമാണ്. മനസ്സിലായില്ലേ? എന്നെ വില വെക്കുന്നില്ല, അത് മുതിർന്നവർക്കൊക്കെ ഉണ്ടാവും. നിങ്ങളെ വാപ്പാനും ഉമ്മാനും നിങ്ങൾ എത്ര നോക്കിയിട്ടും കാര്യമില്ല, എത്ര പൈസ കൊടുത്തിട്ടും കാര്യമില്ല, അവരെ വില വെക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിയാൽ മാത്രമേ നമ്മൾ ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ. ഒരു മകനുണ്ട്,
എന്ത് ചെയ്യും, വാപ്പാനും മനെ ആസ്പത്രിയിൽ കൊണ്ടുപോകും, എല്ലാ പൈസയും കൊടുക്കും, ചിലവും ഒക്കെ കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ ഭയങ്കര തിരക്കാ. വാപ്പാനും മരുന്ന് വന്നിരിക്കാനൊന്നും നേരം ഉണ്ടാവില്ല കേട്ടോ. ആശുപത്രിക്ക് വേഗം കൊണ്ടുപോകാൻ, തിരിച്ചിറക്കി കൊടുക്കാൻ, മരുന്ന് വാങ്ങി കൊടുക്കാത്തേ ഉള്ളൂ. ബാക്കിയൊരു മകൻ ഓനം തീരും, ഒരു ഉമ്മാനക്ക് ഒരു പാരസെറ്റമോൾ വാങ്ങി കൊടുത്താൽ 10 റുപ്യ കണക്കാക്കിയിട്ട് മരുന്ന് വാങ്ങും, ബാക്കി ഉമ്മാക്ക് കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഓൻ എന്ത് ചെയ്യുന്ന നിങ്ങൾ മറ്റോ മരുന്നൊക്കെ വാങ്ങി കൊടുത്ത് ഒക്കെ ആക്കി ഓട്ടോറിക്ഷയിൽ ഇറക്കി കൊടുത്താൽ അപ്പം വരും. വന്നിട്ട് ഉമ്മാനെ ചോദിക്കും, ഉമ്മ അന്ന് എന്തേ? ആശുപത്രിയിൽ പോയി, എന്തേ ഡോക്ടർ പറഞ്ഞു ഒക്കെ ചോദിക്കും. എന്നിട്ട് ഏതാ മരുന്ന്? ആ മരുന്നിൻ്റെ കടലാസ് ഇങ്ങനെ വാങ്ങും, ലിസ്റ്റ് ഇങ്ങനെ ഒത്തു നോക്കും. ഇതുമ്മ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ളതാണ്, നിങ്ങളത് ശേഷം കഴിക്കരുത്, അത് ഞാൻ ഇവിടെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണം, ഇപ്പം കഴിക്കേണ്ട ഒരു ഗുളിക ഉണ്ട്, ഒരു ഗ്ലാസ് വെള്ളം കൊടുന്നാ എന്ന് മറ്റവൻ്റെ ഭാര്യനോട് പറയും. ഓൾ കൊടുന്നു കൊടുക്കും, ഓനൊരു ഗുളിയും കൊടുക്കും. അവിടെ കൂടെ ഇവ 3500 ഉറുപ്പിയും ഓട്ടോറിക്ഷയും വിളിച്ചിട്ടും ഒക്കെ കഴിഞ്ഞ് കേട്ടോ, ഫുള്ള് കഴിഞ്ഞ്. മനസ്സിലായി ഞങ്ങൾക്ക്? മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കണാണെന്ത്, ഞാനാണ് ഉമ്മാക്കൊക്കെ ചെയ്ത് കൊടുക്കണം, ഞാനപ്പം മരുവോളായിട്ട് ഉമ്മാൻ്റെ അടുത്തുള്ളത്, ഇന്ന മാത്രം ഉമ്മാക്ക് കണ്ടുകൂടാന്ന്, ബാക്കിയുള്ളവരൊക്കെ ഇഷ്ടമാണ്. ഇവിടെ വില വെക്കേണ്ടവർക്ക് നൽകേണ്ട ഒരു കൺസിഡറേഷൻ, പരിഗണന, ഇത് കൊടുക്കാതെ എത്ര പൈസ കൊടുത്തിട്ടും കാര്യമില്ല, എന്ത് ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല, എത്ര ചോറ് കൊടുത്തിട്ടും കാര്യമില്ല, ഒരു കാര്യമില്ല. അതാണ് അതിൻ്റെ കാര്യം. ഇതെല്ലാവരും കാര്യമാണ്. കുട്ടികളൊക്കെ കൗൺസിലിൽ വന്നിട്ട് ഉമ്മ പറയും, ഞാൻ ഓന് വേണ്ടി എത്രയോ അടങ്ങാറാണ്, ഓനെ സ്കൂൾ പറഞ്ഞയക്കാൻ, ചോറ് കൊടുക്കാനൊക്കെ പറയും. അവസാനം ഞാൻ ചോദിക്കടാ, എൻ്റെ ഉമ്മ പറഞ്ഞു കേട്ടോ പറയും. ഇപ്പോൾ എന്താ പറയാ, അതൊക്കെ ഉമ്മാൻ്റെ പണിയാണ്. അതൊക്കെ ഉമ്മ വലിയ കാര്യമായിട്ട് പറയാ, പിന്നെ അതൊക്കെ ആരാ ചെയ്യേണ്ടത്? അതാണ് നേരെ മറിച്ച് നാം അവർക്ക് കൊടുക്കുന്ന പരിഗണനകളുണ്ടല്ലോ, അതൊരിക്കലും ഒരു മറക്കും. അതാണ് അതിൻ്റെ ശരി. കുറച്ച് കാര്യങ്ങൾ, കുറച്ചൊരു ബുദ്ധി കേട്ടോ, നമ്മൾ ഭാരം വഹിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, കുറച്ചെന്ത് ചെയ്യണം, ബുദ്ധി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഫലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെറുതെ സഹിച്ചും വെറുതെ പ്രയാസപ്പെട്ടും ജീവിതം തീർക്കേണ്ടി വരും. പിന്നെന്തേലും ഉണ്ടോ? അതായത് ഈ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഈ മുതിർന്ന സീനിയർ ആയിട്ടുള്ള ടീച്ചേഴ്സിന് മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടുണ്ടാവുമെന്ന് വെച്ചാൽ, നമ്മൾ വളർന്നതും നമ്മൾ ആദ്യഘട്ടങ്ങളിൽ പഠിപ്പിച്ചതും മര്യാദക്കാരായ കുട്ടികളെയാണ്, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണ. ഇപ്പൊ തലമുറ മാറിയതുകൊണ്ട് ഇന്ന് സർവീസിൽ കയറുന്ന ഒരു ടീച്ചർക്ക് അത് പ്രശ്നമേ അല്ല. നമ്മൾ 20 കൊല്ലം സർവീസുള്ളവർക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ഞാനിപ്പോൾ 20 കൊല്ലമായിട്ട് അധ്യാപകനാണ്, എനിക്കറിയാം പുതിയ കുട്ടികളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഒരു പുതിയ കുട്ടിയോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് പറഞ്ഞിട്ട് നമ്മൾ തോന്നും, ഇവനെന്തത്ര വലിയ ധിക്കാരിന്ന്, അവൻ അങ്ങനെ സംസാരിക്കാൻ കഴിയുള്ളൂ. അവന് വേറെ ഒരു വീട്ടിൽ അങ്ങനെ സംസാരിക്കണത്, കണ്ടക്ടറോട് അങ്ങനെ സംസാരിക്കണത്, സുഹൃത്തോട് അങ്ങനെ സംസാരിക്കണം. അത് പുതിയൊരു കൾച്ചറാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെടുകയാണെന്നോ അല്ലെങ്കിൽ നമ്മളോടുള്ള പ്രതികാരമാണെന്നോ ഒന്നും നമ്മൾ വിചാരിക്കില്ല, അർത്ഥമേ ഇല്ല. അവർക്ക് നോർമൽ കമ്മ്യൂണിക്കേഷൻ അവർക്ക് കഴിയേയില്ല. 90% അങ്ങനെയാണ്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഉമ്മാരും വാപ്പാരും ഒക്കെ നമ്മളെ കുട്ടികളെയും പേരക്കുട്ടികളെയൊക്കെ നമ്മൾ എന്താ കാണിക്കുക, ഇവൻ ഇങ്ങനെയാണെന്നാണ് വിചാരിച്ചിട്ടാണ് പെരുമാറാനേ പറ്റുള്ളൂ. അത് മാത്രമേ നമുക്ക് എന്തെങ്കിലും പരിഹാരം മാറും. അല്ലാതെ മുമ്പ് എന്താണെന്ന് വിചാരിച്ചാൽ എത്ര അടിക്കണേ, എത്ര മോശപ്പെട്ട അധ്യാപകനാണെങ്കിലും അധ്യാപകൻ്റെ മുന്നിൽ നിൽക്കുന്നൊരു നിർത്തമുണ്ടല്ലോ, അത് പ്രശ്നമാണ്. ഇതിപ്പോൾ ചരിത്രത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അതായത് അലീബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഉമർ ഖത്താബിൻ്റെ കാലത്തും അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്തൊന്നും നാട്ടിലൊരു കുഴപ്പമില്ല, നിങ്ങളൊക്കെ ഖലീഫമാരായപ്പോൾ ഇവിടെ ആകെ പ്രശ്നമാണല്ലോ എന്ന് വന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഉമറും അബൂബക്കറും ഭരിച്ചിരുന്നപ്പോഴുള്ള പ്രജകൾ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരായിരുന്നു, ഇപ്പൊ പ്രജകൾ എന്ന് പറഞ്ഞാൽ എന്നെ പോലത്തെ ആൾക്കാരാണ്. ഞങ്ങളല്ല പ്രശ്നം ആരാണ്? പുതിയ തലമുറയാണ്. അപ്പോൾ പുതിയ തലമുറ അതേ പറ്റുള്ളൂ. അപ്പോൾ അതിലിപ്പോൾ ഈ പുതിയ ഇതിൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, പരിഹാരമാർഗം എന്തോളൂ എന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളോട് പേഴ്സണൽ കോണ്ടാക്ട്സ് ഉണ്ടാക്കിയിട്ട് കുട്ടികളെ വ്യക്തിപരമായി സ്വാധീനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കുട്ടീനെ ഫീൽ ചെയ്താൽ എന്ത് ചെയ്യുക, അവനെ മറ്റു കുട്ടികൾക്ക് കാണാത്ത രൂപത്തിൽ അവനെ രഹസ്യമായി നമ്മൾ വിളിക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ കൈവച്ചിട്ട് എന്ത് ചെയ്യുക, അവനോട് വിശേഷങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവനെ പേഴ്സണലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവൻ നമ്മളെ ഏറ്റവും അധികം റെസ്പെക്റ്റ് ചെയ്യും. അല്ലാത്ത ഒരു രൂപത്തിൽ നമുക്കത് ഉണ്ടാക്കി തീർക്കാൻ പറ്റൂല. അപ്പോൾ തലമുറകൾക്കനുസരിച്ച് കൊണ്ട് അധ്യാപകന്മാരെന്ത് ചെയ്യുക, മാറുക, മനസ്സിലാക്കുക എന്നല്ലാതെ അതിന് പരിഹാരം. പിന്നെ ഒളു ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും നല്ലതാണ്. ഒളുവോടുകൂടെയാണ് എപ്പോഴും നിൽക്കേണ്ടത്. ഖുർആൻ ഓതുമ്പോഴും ഒളു ഉണ്ടാവുന്നത് തന്നെയാണ് നല്ലത്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ എന്തായാലും 2 റക്അത്ത് നമ്മൾ തഹിയ്യത്ത് നമസ്കരിച്ചിട്ടേ പള്ളിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ.
അതുകൊണ്ട് ഒളുവോട് കൂടെയാണ് പള്ളിയിൽ പ്രവേശിക്കാൻ നല്ലത്. ഇനി ഒളു ഇല്ലാത്ത ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് എന്ത് ചെയ്യുക, കുറ്റമൊന്നുമല്ല. ഒളു ഇല്ലാത്ത ഒരാൾക്ക് പള്ളിയിൽ ഇരിക്കാൻ അനുവാദം. നമ്മൾ പള്ളി കയറി ഒളു മുറിഞ്ഞു പോയി, നമുക്ക് അവിടെ ഇരിക്കാമല്ലോ. പള്ളി കയറിയിട്ട് ഒളു മുറിഞ്ഞാലും നമുക്ക് അവിടെ ഇരിക്കാമല്ലോ. അപ്പോൾ പള്ളിയിൽ എന്താണ്, ഒളു ഇല്ലാതെ ഇരിക്കുന്നതിന് എന്തില്ല, വിരോധമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതിന് തെറ്റില്ല. പക്ഷേ നമ്മൾക്ക് എപ്പോഴും കയറുമ്പോൾ ഒളു ആവശ്യമായി വരും, കാരണം തഹിയ്യത്ത് നിസ്കരിക്കേണ്ടത് കൊണ്ട്. അത്രയുള്ള പ്രശ്നം. അതിനൊന്നും പ്രശ്നമില്ല. പള്ളി ഒളു ഇല്ലാതെ കയറുന്നതിന് ഒരു വിഷയമല്ല, പ്രശ്നമല്ല. അല്ല. എപ്പോ നിസ്കാരത്തിൽ സലാം വിട്ടാൽ എന്താ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാ. പൂർണ്ണമായും നമ്മുടെ ഈ ഒരു ഭാഗം എന്ത് ചെയ്യണം, പുറത്തുനിന്നുള്ള ഒരാൾക്ക് ഇങ്ങനെ ശരിക്ക് തിരിഞ്ഞ് കാണാവുന്ന രൂപത്തിൽ തല നന്നായി തിരിക്കണം. വേണം. നമ്മൾ നേരെ തിരിഞ്ഞാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇങ്ങനെ പറയാ. എന്ത് ചെയ്യണം, മാക്സിമം തിരിക്കണം തല രണ്ട് ഭാഗത്തും. അതൊന്നും നോക്കണ്ട. പിന്നെ എന്താ, ഇതൊക്കെ തന്നെ ശാരീരികമായ ചലനങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തീകരിക്കണം. ഞാൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരിക്കുക, ഞാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുക, എല്ലാറ്റിനും വ്യത്യസ്തങ്ങൾ. അതൊന്നും പ്രശ്നമില്ല. എന്തെങ്കിലും നമ്മുടെ ഈ വിഷയ സംബന്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. അതുണ്ടെങ്കിൽ ഒന്നുമില്ലല്ലോ അല്ലേ, അവസാനിപ്പിക്കും. അതെന്താ വെച്ചാൽ നമ്മളെ ഈ പിന്നെ ഈ ഹുജ്റുബിന് വാഹിലിൻ്റെ ഹദീസിൽ എന്തുണ്ട് വെച്ചാൽ, നമ്മളെ നിസ്കാരത്തിൻ്റെ പൂർണ്ണരൂപം വിശദീകരിക്കുന്ന സ്ഥലത്ത് യുഹരിക്കുഹ കഅന്നഹു യദ്ഉ ബിഹ, ആ വിരൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനക്കിക്കൊണ്ടിരുന്നിരുന്നു, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പോലെ എന്നാണ്. നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ നബി എന്തായിരുന്നു, ആ വിരൽ കൊണ്ട് അനക്കിയിരുന്നു എന്നൊരു ഹദീസിലുണ്ട്. അത് രണ്ട് നിലക്കും ഈ ഹദീസ് തന്നെ വിരൽ അനക്കാതിരിക്കുന്ന ആളുകളും അനക്കുന്ന ആളുകളൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട്, ഒരാൾ നമസ്കാരത്തിൽ വിരൽ അനക്കാതിരുന്നു എന്നതുകൊണ്ട് അയാളെ നമസ്കാരത്തെ യാതൊരു നിലക്കും അതെന്താവില്ല, ബാധിക്കുന്ന പ്രശ്നം ഇല്ല. അതിനെക്കുറിച്ച് നന്നായി മനസ്സിലായ ആളുകളും ബോധ്യപ്പെട്ട ആൾക്കാർക്കും എന്ത് ചെയ്യുക, അനക്കുന്നതിന് വിരോധമില്ല. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതൃകയായിട്ട് ഹദീസിൽ കാണുന്നത്. പിന്നെന്തേലും രണ്ടു വർഷത്തിൽ അധികം മുല കൊടുക്കുന്നതിനൊരു പ്രയാസം എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. 2 വർഷം ഏകദേശമാണ്. പക്ഷേ ഈ എന്താണെന്ന് വെച്ചാൽ, ഈ മുലകുടിൻ്റെ കാര്യം പറയുമ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടി പ്രസവിച്ച ഉടനെ മുല കുടിക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന മുലപ്പാല് അല്ല 2 ആഴ്ച കഴിഞ്ഞാൽ, 1 മാസം കഴിഞ്ഞാൽ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം എന്താണെന്ന് വെച്ചാൽ, 6 മാസം കഴിയുന്നതോട് കൂടെ ഒരു കുട്ടി എന്ത് ചെയ്യും, ആഹാരങ്ങൾ ശരിക്കും കഴിച്ചു തുടങ്ങും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ, ഈ സമയം 2 വർഷം കഴിഞ്ഞിട്ട് മുലപ്പാൽ കൊടുക്കുമ്പോൾ മുലപ്പാലല്ലാത്ത മറ്റു ഭക്ഷണങ്ങൾ അവൻ കഴിക്കുന്നതിൽ കുറവ് വരാനും, അതേപോലെ തന്നെ പിന്നീട് മുലപ്പാൽ നമുക്ക് നിർത്താൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നതിന്, പ്രായം ചെല്ലും തോറും കുട്ടികൾക്ക് എന്ത് ചെയ്യുമ്പോൾ അഡിക്ഷൻ വരും, നിർത്താനും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഏറ്റവും സൂക്ഷ്മതക്ക് നല്ലത് എന്താണ്, 2 വർഷമാണ്. പക്ഷെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ചില വളർച്ചക്കുറവുള്ള കുട്ടികൾ, അങ്ങനെ പല കുട്ടികളുണ്ടാവും. അങ്ങനത്തെ ഒക്കെ കുട്ടികൾക്ക് എന്താണ്, ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിന് ഇസ്ലാമിന് തടസ്സമില്ല. പക്ഷേ നല്ലത് എപ്പോഴും 2 വർഷം കൊണ്ട് അവസാനിപ്പിക്കലാണെന്നാണ് പൊതുവേ അതിൻ്റെ മെഡിക്കൽ പ്രകാരവും ഇസ്ലാമുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖുർആൻ ഓതുന്നത് ശുദ്ധിയോടുകൂടെ ആയിരിക്കണം. അതുകൊണ്ട് ഒളുവെടുത്താണ് ചെയ്യേണ്ടത്. ഒളുവെടുത്ത് ഒരാൾ ഒളുവെടുത്തിട്ടില്ല എന്നത് അയാൾക്ക് ഖുർആൻ ഒളുണ്ടാക്കാൻ നമുക്ക് പറ്റിയില്ല, ഒളുവിന് സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പേരിൽ ഖുർആൻ ഓതാതിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒളുവെടുക്കാൻ പറ്റുന്നവർ ഒളുവെടുത്താണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. പക്ഷെ ഒളുവെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഖുർആൻ ഓത്ത് എന്ത് ചെയ്യേണ്ടതില്ല, മുടക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഓതാം. അതൊക്കെ നമ്മുടെ ശ്രദ്ധ പോലെ, നമുക്ക് അങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ പോയി എടുക്കാം. അതൊരു നിർബന്ധമുള്ള കാര്യമല്ല.
സ്വർണ്ണാഭരണം ആൺകുട്ടിക്ക് ഒരു ദിവസം പ്രായമായ കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റൂല. ഉയർന്ന ഒരു പുരുഷന്റെ നിയമം തന്നെയാണ് ഹറാമിലും ഹലാലിലും ഒരു കുട്ടിക്കുള്ളത്. ഒരു മുതിർന്ന പുരുഷന് കള്ള് കുടിക്കാൻ പറ്റൂല, ചെറിയ കുട്ടിക്കും കള്ള് കുടിക്കാൻ പറ്റൂല. ഒരു മുതിർന്ന പുരുഷന് സ്വർണം പറ്റൂല, ചെറിയൊരു കുട്ടിക്കും സ്വർണം എന്ത് ചെയ്യൂല, പറ്റൂല. സ്വർണം ഒരു നിലക്കും ആൺകുട്ടികൾക്ക് ധരിപ്പിച്ചുകൂടാ. നമ്മളെ വിഷയത്തിന്റെ സംശയം നല്ലത്, ഇതൊക്കെ ഉസ്താദന്മാരോട് എപ്പോഴും ചോദിച്ചാൽ കിട്ടുന്ന സംശയങ്ങളാണ്. വെള്ളി പറ്റും. വെള്ളി എന്താ വെച്ചാൽ ഈ സ്ത്രീകളമാരുള്ള ആഭരണങ്ങളൊന്നും ആൺകുട്ടിക്ക് ഇട്ട് കൊടുക്കരുത്. ഒരു ആൺകുട്ടിനെ പടച്ചൊത്തിരി അനുഗ്രഹമായിട്ട് തന്നിട്ട് പിന്നെ ഇതിനെ പെൺകുട്ടിയാക്കി നടത്തുന്നത് എന്ത് കാര്യമുള്ളത്? മനസ്സിലായി, അതൊന്ന് കൊടുക്കണം. ആർത്തവ സന്ദർഭങ്ങളിൽ ഖുർആൻ തൊടാൻ പാടില്ല, പാരായണം ചെയ്യാൻ പാടില്ല എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല. പക്ഷേ ഒരശുദ്ധി എന്ന നിലക്കാണ് ആർത്തവത്തെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഖുർആന്റെ പവിത്രതയും ഹുറുമത്തും പരിഗണിച്ചുകൊണ്ട് ഖുർആൻ തൊടാതിരിക്കുന്നതിനെയാണ് പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നതിന് വേണ്ടിയോ ഒരായത്തൊരാൾക്ക് തെളിവായി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയോ നമുക്ക് എന്തെങ്കിലും വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയോ ആയത്തുകൾ വായിക്കുന്നതിനോ പഠിക്കുന്നതിനോ തടസ്സമില്ല. പിന്നെ ചില പണ്ഡിതന്മാർ സൂക്ഷ്മതക്ക് പറഞ്ഞ് നമ്മൾ ഖുർആൻ നേരിട്ട് തൊടാതെ നമ്മളെ വേറെ എന്തെങ്കിലും നിലയ്ക്ക് എവിടെയെങ്കിലും ഇങ്ങനെ വെച്ചിട്ടോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും അതിനൊന്നും തടസ്സമില്ലെന്ന് പറഞ്ഞ ആളുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മെൻസസ് ടൈം എന്ന് പറഞ്ഞാൽ പൊതുവെ മാനസികമായി സ്ത്രീകൾക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അത് അറിയാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാതെ വിഷമിച്ചു പോകും ആ സന്ദർഭത്തിൽ. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സമയത്ത് ദിക്റുകളും ദുആകളും നിസ്കാരങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഈ ടെൻഷൻ എന്ത് ചെയ്യും, കൂടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ എല്ലാം നിഷിദ്ധമാണെന്ന് വിചാരിക്കരുത്. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ നമ്മൾ ചൊല്ലണം, നമുക്ക് മനപ്പാടമുള്ള സൂറത്തുകൾ നമ്മൾ ഓതണം. കുറച്ച് ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ കൂടുതലായി എന്ത് ചെയ്യണം, കൂടുതലായി കുറച്ചും കൂടി നമ്മൾ ആ ദിക്റുകൾക്കും കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചില സന്ദർഭങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിലാണ് പല മാനസികമായ പ്രശ്നങ്ങളിലും മാനസിക രോഗങ്ങളും പല സ്ത്രീകൾക്കും ഉടലെടുക്കാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് അത് വൃത്തിഹീനമായൊരു സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ഭാര്യ-ഭർത്തൃ ബന്ധത്തെയാണ് ഇസ്ലാം പൂർണ്ണമായും ആ സമയത്ത് നിരോധിച്ചിട്ടുള്ളത്. അതേപോലെ നിസ്കാരം, നോമ്പ് പോലുള്ള കാര്യങ്ങളാണ് അതിൽ വിരോധിക്കപ്പെട്ട സംഗതി. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിയുന്ന പോലെ നമ്മൾ ചെയ്യാൻ ആ സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം. അവിടുത്തെ പ്രോഗ്രാമിൽ എനിക്കറിയില്ല, പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ട പ്രശ്നം ഉണ്ടാവുള്ളൂ. പറയേ ആ ആ ആ ആ ആ ആ അതെ. പിന്നെ നമ്മൾ കുട്ടികളെ നല്ലവരായി വളർത്താൻ എന്ത് വേണം എന്നുള്ളതൊരു ക്ലാസ്സിൻ്റെ വലിയൊരു സബ്ജക്റ്റാണ്, വലിയൊരു ഏരിയയാണ്. പക്ഷേ എങ്കിൽ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാണ്, കുട്ടികൾ നല്ലവരായി വളരുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ ബേജാറാകേണ്ട. കാരണം അമിതമായ ആശങ്ക നമ്മുടെ കുട്ടികളെ കേടുവരുത്തുന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. കുട്ടികൾ നന്നായില്ലേ എന്നുള്ള ആശങ്കയാണ് കുട്ടികളെ എന്ത് ചെയ്യുന്നത്, കേടുവരുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒന്നാമതായി ചെയ്യേണ്ട കാര്യം, വീട്ടിൽ കുട്ടികൾക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുക. TV അതേപോലുള്ള സംഗതികൾ, അവർക്ക് കൂടുതൽ സമയം ഗെയിം കളിക്കാൻ, ഇങ്ങനത്തെ കാര്യം ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടാവുന്നത് ഗെയിം കൊണ്ടാണ്. അധികം ഗെയിം കളിക്കുന്നതുകൊണ്ട് ഗെയിമിൽ പല ഷൂട്ടിങ്ങിൻ്റെ അതേമാതിരി തന്നെ കാർ റേസിങ് ഇങ്ങനത്തെ പല കാര്യമുണ്ട്. അതൊക്കെ നിരന്തരം ചെയ്യുന്നൊരു കുട്ടിക്ക് പിന്നെ അടങ്ങിക്കാൻ കഴിയില്ല. അവൻ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും, എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനത്തെ ചീത്ത സാഹചര്യങ്ങൾ, TV അതേപോലുള്ള വൃത്തികേടുകൾ കാണാനും ചെയ്യാനുള്ള അവസരങ്ങൾ എന്ത് ചെയ്യണം, ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ, നമ്മൾ സമയോചിതമായ മദ്രസകൾ, വിദ്യാഭ്യാസങ്ങൾ കുട്ടികൾക്ക് നൽകുക. പിന്നെ ഒരു കുട്ടി മാനസികമായി മാറാൻ ചിലപ്പോൾ ഒരു ദിവസത്തെ ക്യാമ്പ് മാത്രം മതിയാവും. നിങ്ങളൊരു ദിവസത്തെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്താൽ ഒരു കുട്ടി കംപ്ലീറ്റ് മാറും. അപ്പോൾ കുട്ടികളെ മാറ്റുന്നതിനെക്കുറിച്ച് വല്ലാതെ നമ്മൾ വേവലാതിപ്പെട്ട് വിഷമിച്ച് നിൽക്കേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് നല്ല അവസ്ഥകൾ കിട്ടിയാൽ മാറും. പക്ഷെ ഈ ചോദ്യത്തിൽ ഞാൻ കാണുന്ന ഒരു വശം വേറെയാണ്. അതായത് ഇപ്പം അധിക കുട്ടികൾക്ക് ഉമ്മാരെ കിട്ടൂല, വല്യന്മാരെയാണ് കിട്ടുക. അത് കുട്ടികൾ കേടുവരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. എന്തായാലും ഉമ്മമാർ കുട്ടികളെ നോക്കണം, അത് നിർബന്ധമാണ്. കാരണം ഉമ്മമാരെ കിട്ടാത്ത കുട്ടികൾ എന്താണെന്ന് വിചാരിച്ചാൽ
പല നിലക്കും മാനസികമായ പ്രശ്നങ്ങളിലേക്ക് കുട്ടികൾ എന്ത് ചെയ്യും പോകും. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ പേരക്കുട്ടികളെയൊക്കെ നമ്മൾ നിർബന്ധമായി ഉപദേശിക്കേണ്ട കാര്യമാണ്. ജോലി ഇപ്പം ഞാൻ എപ്പോഴും ഉദാഹരണം പറയുന്നുണ്ട്. എൻ്റെ ഉമ്മനെ കാണിക്കാൻ വേണ്ടി ഒരു തൊലിയുടെ ഡോക്ടറെ ഞാൻ പോയപ്പോൾ ആ ഡോക്ടറോട് ഞാൻ വെറുതെ ചോദിച്ചു, ഒരു ക്രിസ്ത്യൻ ഡോക്ടറാണ്, ലേഡി ഡോക്ടർ. ഇവിടെ ചോദിച്ചു ഇനിയിപ്പോൾ എവിടെ വന്നാലും ഞങ്ങളെ കാണുക, മെഡിക്കൽ ഷോപ്പിലാണ് ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞ എന്താ വെച്ചാൽ ഞാൻ ആഴ്ചക്കൊരു ദിവസം ഇവിടെ വരും, അത്ര തന്നെ എനിക്ക് പ്രാക്ടീസ് ഉള്ളൂ. അപ്പോൾ പറഞ്ഞ് തൊലി കാണിക്കാൻ നിങ്ങൾക്ക് ഡോക്ടർമാർ ഇഷ്ടംപോലെ ഈ ടൗണിലുണ്ട്, പക്ഷേ എനിക്ക് ചെറിയ 2 കുട്ടികളുണ്ട്, അറ്റാളെ നോക്കാൻ അമ്മ ഞാൻ മാത്രമേ ഉള്ളൂല്ലോ, അതുകൊണ്ട് ഞാൻ എന്താകാറില്ല, വല്ലാതെ പ്രാക്ടീസിന് പോകലില്ല എന്നാണ്. അതുകൊണ്ട് എല്ലാ പെൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കും, പഠിച്ചോട്ടെ, എഞ്ചിനീയറൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഭർത്താവിനും മക്കളോടുമുള്ള കടമയാണ് ഒന്നാമത്തെ കടമ. അത് കഴിഞ്ഞിട്ടേ മറ്റാരോടും കടമയുള്ളൂ. നമ്മൾ ഡെലിവറി എടുത്തിട്ടില്ലെങ്കിലും സ്ത്രീകൾ പ്രസവിച്ചോളും, അതിനെ പറ്റി ആശുപത്രി പോയിക്കോളും. പക്ഷെ നമ്മുടെ കുട്ടികളെ നോക്കാൻ നമ്മളെ ഉള്ളൂ എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ 2 കുട്ടികൾ എനിക്കറിയാം, 2ആളും ഡോക്ടർമാരാണ്. ഒരാൾ ഭാര്യ PGക്ക് പഠിക്കുകയാണ്, ഭർത്താവ് കാർഡിയോളജിയിലെ സർജനാണ്, കാർഡിയാക് സർജനാണ്. അപ്പോൾ അയാൾ അത്രയും തിരക്കുള്ള ഡോക്ടർ, ആഴ്ചക്ക് ഒരു ദിവസം വീട്ടിൽ വരുള്ളൂ. ഒരു കുട്ടി ഉപ്പാൻ്റെ വീട്ടിലും ഒരു കുട്ടി ഉമ്മാൻ്റെ വീട്ടിലും. ഉപ്പാൻ്റെ വീട്ടിലെ കുട്ടിനെ ഞാൻ എന്നും കാണും, അയൽവക്കത്താണ്. ആ കുട്ടി 5 മണിക്ക് സ്കൂൾ വിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അമ്മാനെ കാണാനുള്ളൊരു മനസ്സ് ഭയങ്കര. അമ്മാനെ കാണുമ്പോൾ ആ ചാടിയുള്ള ഇറക്കവും ആ വരവും, അതിലാണ് ഒരു ഉമ്മയുടെ നിർവൃതി, ഒരു കുട്ടിയുടെ നിർവൃതി. അതിന് ജീവിതത്തിൽ ഒരിക്കലും അവസരം കിട്ടാത്ത കുട്ടിയാണ്. അവന് ഉമ്മനെ കാണാൻ ഒഴിവീസം മാത്രമേ ഉള്ളൂ, സ്കൂൾക്ക് പോകുമ്പോഴും കാണൂല, സെക്കൻഡ് സാറ്റർഡേ സൺഡേ മാത്രം. ഞാൻ പറഞ്ഞത് ആ ഉമ്മക്ക് ആ കുട്ടി കേട് വന്നതിൻ്റെ 100% ഉത്തരവാദിത്വം ആർക്കാണ്? ആ ഉമ്മക്കാണ്. കാരണം മനസ്സിന് അസമാധാനമുള്ളവർക്ക് എപ്പോഴും സന്തോഷം കിട്ടാൻ തെറ്റായ വഴികളെ പറ്റുള്ളൂ. എന്തെങ്കിലും മനസ്സിന് അസ്വസ്ഥത ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ അതിനാണ് ഡ്രഗ്സ്, പുകവലി, സിനിമ, ഗെയിം, ഇതൊക്കെ ആകുമ്പോഴേ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ട് സമാധാനമില്ലാത്ത കുട്ടികൾ എപ്പോഴും തെറ്റിൻ്റെ വഴികളെ സ്വീകരിക്കുമെന്നതാണ് വസ്തുത. അത് നമ്മൾ നന്നായിട്ട് പരിഗണിക്കണം. മെൻസസ് പീരീഡിൽ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വിരോധമൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് അശുദ്ധി ഉള്ളതുകൊണ്ട് വേറൊരാളെ ശുദ്ധിയാക്കാൻ പറ്റൂല എന്നുള്ളൊരു ധാരണയിൽ നിന്നാണ് അത് വരുന്നത്. പക്ഷെ എന്താ വെച്ചാൽ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ അതിന് പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ. പിന്നെ സ്ത്രീകളെപ്പോഴും കുളിപ്പിക്കേണ്ടി വരുന്നത് സ്ത്രീകളെയാണ്. അതേപോലെ തന്നെ ഭർത്താവിന്, ആണുങ്ങളിൽ ഭർത്താവ്, മകൻ, ഇതൊക്കെയല്ലേ നമുക്ക് കുളിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു വിരോധമായിട്ട് എവിടെയും പറഞ്ഞ് കേട്ടിട്ടില്ല അങ്ങനെ കുളിപ്പിക്കാൻ പറ്റൂല എന്നുള്ളത്. ചില ആളുകളൊക്കെ എന്താ വെച്ചിട്ട് വൃത്തിയില്ല എന്നുള്ളതൊക്കെ മാറി നിൽക്കലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ഹൈലിൻ്റെ സമയത്ത് വിലക്കപ്പെട്ട കാര്യങ്ങളുടെ ലിസ്റ്റിൽ എന്തില്ല, മയ്യത്ത് കുളിപ്പിക്കണതില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരാണും പെണ്ണും പ്രേമത്തിലായവർ പരിധി വിട്ട് നടന്നു, അവർ അവിഹിത ബന്ധത്തിൽ ഗർഭം ധരിച്ചു, 2-3 മാസം കഴിഞ്ഞ് നിക്കാഹ് കഴിച്ചു എങ്കിൽ ഇവർക്ക് ജനിക്കുന്ന കുട്ടി ഹറാമാണോ ഹലാലാണോ? ഈ കുട്ടി മുസ്ലിം ആകണമെങ്കിൽ 7-ാം വയസ്സിൽ കരിമ ചൊല്ലി കൊടുക്കണമെന്നുണ്ടോ ഒക്കെ പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിക്കണം. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വ്യഭിചാരമൊന്നും ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ട് ഇസ്ലാമിൽ അവിഹിത ബന്ധം പാടില്ല. അതുകൊണ്ട് അവിഹിത ബന്ധത്തിലൊരു കുട്ടി ഉണ്ടാവുക എന്നുള്ളത് ഇസ്ലാമിൽ സംഭവിക്കൂല. ഇസ്ലാമിക നിയമപ്രകാരം എന്തില്ല, അവിഹിത ബന്ധത്തിലൊരു കുട്ടി ഉണ്ടാവാൻ പാടില്ല. പിന്നെ ആ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടിയുടെ വലിയ ആരായിരിക്കും, ആ കുട്ടിൻ്റെ ഇസ്ലാം എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നമ്മളിവിടെ എന്തുള്ളൂ വെച്ചാൽ അവിഹിതമായി ഉണ്ടായാലും വിഹിതമായി ഉണ്ടായാലും ഒരു കുട്ടി എന്താണ്, അതിനൊന്നും ഉത്തരവാദിയല്ല. ജനിക്കുന്ന കുട്ടി അതിനൊന്നും എന്തല്ല, ഉത്തരവാദിയേ അല്ല. അതുകൊണ്ട് ആ കുട്ടിക്ക് സാധാരണ ഒരു കുട്ടിയിൽ നിന്ന് ഒരു വ്യത്യാസവും എന്തല്ല, കൽപ്പിക്കാവതല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിലെന്താ വെച്ചാൽ ഇപ്പോൾ ഈ അവിഹിത ബന്ധങ്ങളിലാകുമ്പോഴും അവിഹിത ബന്ധത്തിലാണെങ്കിലും അല്ലെങ്കിലും ഈ കുട്ടിൻ്റെ പിതാവ് എന്നത് ആരാണോ അയാൾ തന്നെയാണ് കുട്ടിയുടെ പിതാവ്. മനസ്സിലായി? അപ്പം അവർ പിന്നീട് വിവാഹം കഴിക്കുമ്പോഴൊരു സൗകര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഈ കുട്ടിക്ക് എന്ത് ചെയ്യും, ആ കുട്ടിൻ്റെ വാപ്പനെ കിട്ടും. ആ കുട്ടിൻ്റെ വാപ്പനെ ആ കുട്ടിക്ക് എന്ത് ചെയ്യും, കിട്ടും. വിവാഹം നടന്നില്ലെങ്കിലോ ഒരു നിലക്കും അവൻ്റെ പിതാവാണെന്ന് അവൻ അവകാശപ്പെടാൻ പറ്റാതെ വരും. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും, ആ വാപ്പൻ്റെ അവൻ്റെ മകനാണോ എന്ന് വെച്ചാൽ മകൻ അവർ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും മകൻ തന്നെയാണ്. പക്ഷേ അവൻ്റെ ഭാവിക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ വാപ്പനെയും ഇമ്മനെയും കിട്ടാൻ അത് സഹായകമായി തീരും എന്നത് മാത്രമേ ഇതിൽ പറയാനുള്ളൂ.
പിന്നെ അവർ മുസ്ലിമായി ജനിച്ചൊരു കുട്ടി പിന്നെ കെലിമ ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. അവനെന്താണ്, അവിഹിതമായി ജനിച്ചാലും വിഹിതമായി ജനിച്ചാലും ഒക്കെ ജനിച്ചത് മുസ്ലിമായിട്ടാണെങ്കിൽ അവനെന്താണ്, മുസ്ലിമായിട്ടാണ് പരിഗണിക്കുക. അവനൊരിക്കലും പാപത്തിന്റെ ജന്മമല്ല. പാപം ചെയ്തത് വാപ്പയും ഉമ്മയുമാണ്, പാപം ചെയ്തത് അവനല്ല. അതുകൊണ്ട് ഒരു പാപത്തിന്റെ പരിഹാരവും അവനായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് മാതാപിതാക്കളിൽ മാത്രം നിക്ഷിപ്തമാണെന്നാണ് മനസ്സിലാക്കുക. പറഞ്ഞോളേ. ആ ആ കുട്ടിയുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യവും എന്താവില്ല, ആ കുട്ടിയിൽ ബാധകമാക്കുന്ന ഒരു പ്രശ്നമില്ല ഇസ്ലാമിൽ. കാരണം ആ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഇതിലൊന്നും എന്തല്ല, ഉത്തരവാദിയേ അല്ല. മനസ്സിലായി? ചോദിക്കാം. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ഈ പറയണത് എന്താ വെച്ചാൽ, പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജനിച്ചൊരു കുട്ടി എന്ന നിലക്ക് ആ കുട്ടിയെ അതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് പ്രതികൂലമാകുന്ന വിഷമകരമാകുന്ന ഒരു നിയമവും ഇസ്ലാമിലില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കിയോടത്തോളം ഉള്ളത്. ഇനി വേണമെങ്കിൽ നമുക്കൊന്നും കൂടി എന്ത് ചെയ്യാം, പരിശോധിക്കാം. പൊതുവെ നാട്ടിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ നമ്മളൊക്കെ അഭിപ്രായത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും ഈ കുട്ടി അങ്ങനെ ജനിച്ച കുട്ടിയാണെന്ന് സമൂഹത്തിൽ അറിയാതിരിക്കലാണ് ആ കുട്ടിക്ക് എപ്പോഴും സുരക്ഷിതത്വം. അതിന് എന്തായിരുന്നാലും ബാക്കിയുള്ള ആളുകൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ആ ആ അതിനൊന്നും ഇസ്ലാമിലൊരു ബേസും ഇല്ല. അതിനൊന്നും ആളുകൾ പറയുന്നു എന്ന് മാത്രം, യാതൊരു ബേസും ഇല്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊന്നും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളിലുള്ള ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ വരുന്ന പല പെൺകുട്ടികളും അങ്ങനെയുള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരൊക്കെ വിവാഹം ഏറ്റവും മാന്യമായ രൂപത്തിലാണ് നടന്നു കൊടുക്കാറുള്ളത്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കല്യാണം നടക്കുമ്പോൾ വലിയ ആര് എന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ ഏത് അറിയുന്നുള്ളൂ, അല്ലെങ്കിൽ അത് അറിയുന്ന പോലുമില്ല. മനസ്സിലായി? കുറ്റങ്ങൾ ഒരിക്കലും പരസ്യമാക്കാതിരിക്കലാണ് എപ്പോഴും നല്ലത്. തെറ്റുകൾ എപ്പോഴും മറച്ചു വെക്കണം. ഒരു കുട്ടി ചോദിച്ച ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ഈ മാതാപിതാക്കളുമായിട്ട് എങ്ങനെ നമുക്കൊരു ഫ്രണ്ട്ലി ഒരു നല്ല ബന്ധം ഉണ്ടാക്കാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ആ ചോദ്യത്തിന്റെ മറുവശമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഉമ്മമാരൊരിക്കലും ഫ്രണ്ട്ലി ആവുന്നില്ല എന്ന് വരുന്നതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതാണ് അതിന്റെ കാരണം. അപ്പൊ ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് ഫ്രണ്ട്ലി ആവാൻ പറ്റുക വെച്ചാൽ, അത് കുട്ടികളോട് നമുക്ക് പറയാനുള്ളത് ഇതാണ്. അതായത് ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ആളുകളാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് മാതാപിതാക്കളോട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ പറയുന്നതിന് നമ്മൾ അതേ രൂപത്തിൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ്. പൊതുവെ പെൺകുട്ടികൾക്ക് പറ്റുന്നൊരു അബദ്ധം എന്താ വെച്ചാൽ, എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചു പറയും. തിരിച്ചു പറയാൻ ഒരിക്കലും പാടില്ല. പ്രത്യേകിച്ചൊരു വൈകാരികമായി നിൽക്കുന്ന സമയത്ത് തിരിച്ചു പറഞ്ഞാൽ അത് എന്ത് ചെയ്യും, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കും. അപ്പം എന്താ വെച്ചാൽ, എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയുമ്പോൾ അതൊരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാകാം, ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാകാം, അന്യായമായിട്ടാവാം, എന്തിന്റെ പേരിലാണെങ്കിലും ഉമ്മ ദേഷ്യപ്പെട്ട് ഉപദേശിച്ച് സംസാരിക്കുമ്പോൾ ഒരു കുറ്റബോധത്തോടുകൂടെ മൗനമായി നിൽക്കുക മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മക്കൾ ചെയ്യാവൂ. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ഉമ്മയുമായിട്ടൊരു നല്ല ബന്ധം എന്തല്ല സാധ്യമാക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം ഇപ്പോൾ നമ്മൾക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മളിപ്പോൾ ഒരു ആള് നമ്മളോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറഞ്ഞാൽ നമ്മളെന്താ വെച്ചാൽ അവർക്ക് കുറേ മെസ്സേജ് കിട്ടുന്നുണ്ട്. ഒന്ന് അനുസരണമില്ലാത്ത ആളാണ്, ധിക്കാരിയാണ്, എന്തൊക്കെ പറയാൻ പറ്റും, ഇതൊക്കെ പറയാൻ പറ്റും ആളെ പേരിൽ. മനസ്സിലായി? അതുകൊണ്ട് എന്താ വെച്ചാൽ മുതിർന്ന ആളുകൾ ആര് നമ്മൾ ഉപദേശിക്കുമ്പോഴും ചീത്ത പറയുമ്പോഴും ഒരു കുറ്റബോധത്തോടെ മൗനമായി നിന്ന് കേൾക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പരിഹാര മാർഗം. പിന്നെ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ ന്യായമായൊരു കാരണമുണ്ടാകും. ആ കാരണം എന്താണെന്ന് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളോട് ആ ഉമ്മക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും ചില ചീത്ത കാര്യങ്ങൾ ചെയ്തുകൂടെന്നും ഉമ്മക്ക് നിർബന്ധം ഉണ്ടാവും. അത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാത്തിടത്തോളം കാലം ഒരു നല്ല അറ്റാച്ച്മെന്റ് ഉമ്മയുമായിട്ട് ഉണ്ടാക്കാൻ പറ്റൂല. ഉമ്മന്റെ താല്പര്യം അനുസരിച്ച് മാറുക. ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി വീട്ടിലെ ജോലികൾ ചെയ്യണമെന്ന് ഉമ്മക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നോർമൽ കുറച്ച് ജോലികൾ സഹകരിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ പഠിക്കാത്തതാണ് പ്രശ്നങ്ങൾ, നമ്മൾ കുറച്ച് സമയം ഇരുന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ഉമ്മയുടെ താല്പര്യം അനുസരിച്ചുകൊണ്ട് അതെങ്ങനെ മനസ്സിലാക്കുക വെച്ചാൽ, കുട്ടികളിൽ ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത എന്താണോ അതിനെക്കുറിച്ച് ഉമ്മ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും.
ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് എപ്പോഴും ഉറക്ക പണി പറഞ്ഞാൽ നമ്മൾ ഉറക്കം മക അത്ര ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കണം. മനസ്സിലേ, നീ പുറത്തു പോണ സമയത്ത് എനിക്കൊരു ഡ്രസ്സിങ് ഒന്നും അത്ര ഉണ്ടല്ലോ, എന്താ പണക്കൊന്ന് നേരെ മഫ്ത കെട്ടാന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഉമ്മക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമെന്ന് മനസ്സിലാവും. അങ്ങനെ കുട്ടികളിൽ മാതാപിതാക്കൾ ആവർത്തിച്ച് പറയുന്നത് എന്താണോ അത് മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്തതാണെന്നും അത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് നമ്മുടെ മാറ്റത്തിൽ ഇഷ്ടമുണ്ടാവുകയും കൂടുതൽ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെന്താ വെച്ചാൽ ഓരോരുത്തരും പേഴ്സണലായി സംസാരിച്ച് ചിലന്മാർ ഒരു പ്രത്യേക നേച്ചർ വയ്ക്കണം, അതിനനുസരിച്ച് നമുക്ക് ശരിയാക്കി എടുക്കാൻ എന്ത് ചെയ്യും കഴിയും. ശ്രമിച്ച അല്ല, നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലാസ് പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഉണ്ടാക്കേണ്ട ക്ലാസ് എന്താ വെച്ചാൽ, ഒന്ന് ഈ കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും, അതായത് 15 മുതൽ ഏകദേശം ഈ മാരീഡ് ആവാത്ത ആളുകൾക്ക് എന്ത് ചെയ്യണം, നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ക്ലാസ് കൊടുക്കണം. ഇപ്പം നമ്മളിപ്പോൾ ചെറിയ കുട്ടികൾ ക്ലാസ് ഉണ്ടായിരുന്നു, അതേപോലെ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അത്തരം കാര്യങ്ങൾ. അത് ക്ലാസ് കൊണ്ട് നല്ല ഫലം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ഈ പ്രേമത്തെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിയിൽ പെടൂല, വേറെ എന്തിൽ പെട്ടാലും അതിൽ പെടൂല. അത് എനിക്ക് അത്രയും ഉറപ്പുണ്ട്. അതെ, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ മുന്നൊരു ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ അവർ പെടൂല. ആ ആ ആ ആ ഒക്കെ കൊടുക്കാം. പിന്നെ കരയിൽ ഇതിന് ചാൻസ് ഉള്ളതുണ്ട്. പല ക്ലാസ്സുകളും ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ക്ലാസ് ഉണ്ട്, അതിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് പ്രോഫ്കോൺ ആണ്. പ്രോഫ്കോണിൽ നിങ്ങളെ കുട്ടി പ്രൊഫഷണൽ പങ്കെടുത്താൽ 3 ദിവസത്തെ ക്യാമ്പിൽ നമ്മൾ ഏകദേശം 3 മണിക്കൂർ സമയം വരെ ചെലവഴിക്കുന്നത് എന്തിനാണ്, ഈ അഫെയറാണ്. അതായത് അവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ അവൻ ആ പ്രേമത്തിന് ഒഴിവാകും. ഇനി അതിൽ സംഭവിക്കാത്ത ഒരാളതിൽ എന്തെങ്കിലും പെട്ടുപോകില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പെൺകുട്ടികൾക്കൊരു ഗേൾസ് ഗ്യാതറിംഗ് എന്ന് പറഞ്ഞ് പ്രോഫ്കോണിൽ എന്നും ഞായറാഴ്ച രാവിലെ ഉണ്ടാവും, 1 മണിക്കൂർ ടൈം. അതും വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ്. അതിലെന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ 20 വയസ്സായാലും ഒരു പെൺകുട്ടിയോട് കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞാൽ സമ്മതിക്കില്ല. ഒന്നിനും പഠിക്കട്ടെ 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 അറിയും. അപ്പോൾ കല്യാണം എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ അബദ്ധം പറ്റും. കാരണം എന്താ വെച്ചാൽ പിന്നെ ഒരു ആണും പെണ്ണും തമ്മിൽ ചുരുങ്ങിയത് ഒരു 4-5 വയസ്സിൻ്റെ ഒരു ഡിഫറൻസ് ആവശ്യപ്പെടും, ഏത് പുരുഷനും ആവശ്യപ്പെടും. അപ്പോൾ 25-26 വയസ്സിൽ മിക്കവാറും ആൺകുട്ടിയുടെ കല്യാണം കഴിയും. 25-26 നമ്മുടെ നാട്ടിലൊരു കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് അവർ ആവശ്യപ്പെടുന്ന പ്രായം 19-20 ആണ്. അപ്പോൾ 21 വയസ്സായാൽ ഏജ് ഓവറായി. പിന്നെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ 21 വയസ്സിലെ കുട്ടിയെ കല്യാണം കഴിക്കണമെങ്കിൽ 27 വയസ്സുള്ള ഒരാൾ വേണം. അത് അങ്ങനത്തെ പുരുഷന്മാർ ഒരു 2%, 3% ഉണ്ടാവുള്ളൂ. അവർ നമുക്ക് ചിലപ്പോൾ മതപരമായി നമുക്ക് യോജിച്ചോളണമെന്നില്ല, ചോയ്സ് കുറയും. 18 വയസ്സിലൊരു കുട്ടിക്ക് വരുന്ന അത്ര കല്യാണം 21 വയസ്സിൽ വരൂല, 25 വയസ്സ്. പിന്നെ ഡൈവേഴ്സ് ചെയ്ത കേസുകളോ പുനർവിവാഹങ്ങളോ ഒക്കെ ആകുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്നല്ല പറയണത്, പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ ആവാതെ വരും. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് വിവാഹം ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ടേ ജോലിയുള്ളൂ, പഠനമുള്ളൂ, ഒക്കെ ഉള്ളൂ. കാരണം വിവാഹം ഇല്ലാത്തൊരു കുട്ടിക്ക് ജോലി കിട്ടിയിട്ടും കാര്യമില്ല, എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. എന്തിനാ ജോലി? ഒരാൾക്ക് ചിലവ് ചെയ്യാൻ ജോലിയാണ്. കല്യാണം കഴിഞ്ഞൊരു ഭർത്താവും കുട്ടികളൊക്കെ ആകുമ്പോഴേ പൈസൻ്റെ ആവശ്യമുള്ളൂ. എന്തിനാ പൈസ? അപ്പോൾ ഒരു വിവാഹമാണ് ഫസ്റ്റ്. വിവാഹിതരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയൊക്കെ ആവശ്യമുള്ളൂ. അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം കുട്ടികൾക്ക്. കാരണം അത് വെറുതെ ബോധ്യപ്പെടില്ല. കാരണം ഇപ്പോഴത്തെ ഒരു പുതിയ സംസ്കാരത്തിൽ പഠിക്കുക, അങ്ങനെ പഠിക്കുക ഒക്കെ അവിടെ പോവുക ഇവിടെ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ജീവിതത്തെക്കുറിച്ച് അവർക്ക് കാഴ്ചപ്പാടില്ലാതെ വരും. ആ ആ ആ നിസ്കാരത്തിന് ഇമാമു നിൽക്കാനുള്ള യോഗ്യതകളിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായി? അക്റഉക്കും, നിങ്ങളിൽ ഏറ്റവും നന്നായി ഓതാൻ അറിയുന്ന ആൾ ആരാണോ അയാൾ ഇമാമ്. ഇത് നിങ്ങൾ ഈ ദ്വീപിന്റെ ചുറ്റുപാടിൽ എന്താന്ന് വിചാരിച്ചാൽ ചില ധാരണകൾ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ചില സംഗതികൾ അങ്ങനെ ഒരു സംഗതിയായിട്ട് എന്ത് ചെയ്യാണ് പ്രചരിക്കപ്പെട്ടൊരു സംഗതിയാണ്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പല വിഷയങ്ങളും കൂടുതലായി ദ്വീപിൽ കാണുന്ന സംഗതികളാണ്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ്. എന്താണ് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ എന്താ വെച്ചാൽ ഈ വ്യഭിചാരം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ തടി നമ്മൾ നന്നായിട്ട് നോക്കണം. അല്ലെങ്കിൽ എന്താണ് ഖബറിൽ ഒരു വ്യഭിചാരിക്കുള്ള ശിക്ഷ അറിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ അയാൾ എന്ത് ചെയ്യും, ഒരു തീ കത്തുന്ന ഒരടുപ്പിൽ വസ്ത്രമില്ലാതെ കിടന്ന് പടയുന്നത് പോലുള്ളൊരവസ്ഥയാണുള്ളത്.
നരകത്തിലെ അവസ്ഥ യുലാഅഫു ലഹുൽ അദാബു യൗമുൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാന എന്നാണ്. അതായത് നരകത്തിൽ ഇന്നത്തെ ശിക്ഷനേക്കാളും ഇരട്ടി ശിക്ഷ നാളെ. അങ്ങനെയാണ് പരലോകത്തിന്റെ അവസ്ഥ. വളരെ ഗുരുതരമായ തെറ്റാണ്. മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ പറയാം, അങ്ങനെയൊക്കെ ജനിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ എന്താ വെച്ചാൽ ഈ മാതാപിതാക്കളെ ശപിച്ചുകൊണ്ടിരിക്കും അവസാനം വരെ. എന്നുവെച്ചാൽ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല വെച്ചാൽ ആ ജനനത്തെ ഉൾക്കൊള്ളാനേ പറ്റൂല. കാരണം മരണം വരെ ആ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ചിന്തിച്ചാൽ മതി, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത്യാദി അവഗണനകൾ, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചുള്ള അവഗണനകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? മരിക്കാൻ ആഗ്രഹിച്ചു പോകും. ഇപ്പം എനിക്ക് തന്നെ പറ്റും, ഞങ്ങളൊരു വിവാഹത്തിന് സാഹസം ചെന്നപ്പോൾ ഞാനാണ് നിൽക്കാൻ. എനിക്ക് ഒരു പിടുത്തം കൊണ്ടില്ല. കാരണം ഈ വലിയായിട്ട് കുട്ടിൻ്റെ വാപ്പ അല്ല, വേറൊരാളാണ്. അപ്പം തെഹക്കീം കൊടുത്തിട്ടാണ്. അപ്പം എന്താ ഇപ്പം ഇത് ഒന്നും നമുക്ക് മനസ്സിലാവണില്ല. അപ്പം നമ്മൾ നിൽക്കാതെ നടത്തി കൊടുക്കണമെങ്കിൽ നമുക്കിത് മനസ്സിലാവണ്ടേ ഈ വലിയ എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പോൾ വാപ്പ മരിച്ചോ? മരിച്ചിട്ടില്ല. ഒരു വാപ്പ എവിടെ? വാപ്പ കല്യാണം നടത്തി കൊടുക്കൂല എന്ന് പറഞ്ഞോ? അതും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ഇവർ നമ്മോട് ആ കാര്യങ്ങളൊന്നും പറയണില്ല. അവസാനം നിക്കാഹ് നടന്നു. പിന്നെയാണ് നമ്മൾ അറിയണത് ഈ കുട്ടി ഇങ്ങനെ ജനിച്ചൊരു കുട്ടിയാണെന്ന് പിന്നെയാണ് അറിയണത്. അപ്പോൾ ആ കുട്ടി വിവാഹത്തിന്റെ ദിവസത്തിൽ ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാം ഇങ്ങനെ എറിഞ്ഞ് കൊല്ലണം എന്നൊക്കെ പറഞ്ഞത് വെറുതെ എല്ലാം വേണം. രണ്ടാളെ കണ്ട് പരസ്യം എറിഞ്ഞ് കൊല്ലുമ്പോഴേ ബാക്കിയുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇതിലൊരു പ്രത്യേക സമയം വരെ ഇത് കൺട്രോൾഡ് ആണ്. പക്ഷേ അവിഹിത ബന്ധങ്ങളും സംസാരങ്ങളും ഒരു പ്രത്യേക ലെവൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? ആർക്കും ഞാൻ പറഞ്ഞ എത്ര വലിയ ദീനിന്റെ നിഷ്കർഷമുള്ള ആളാന്ന് പറഞ്ഞാലും ഒരു പ്രത്യേക പരിധി കഴിഞ്ഞാൽ അയാൾ അതിലെന്ത് ചെയ്യും? അങ്ങനത്തെ തെറ്റാണത്. അതിൽ അയാൾ അകപ്പെട്ടു പോകും. അതുകൊണ്ടെന്ന് വെച്ചാൽ തുടക്കം സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അന്യരുമായുള്ള ബന്ധം വളരെ കൃത്യമായി സൂക്ഷിച്ചില്ലെങ്കിൽ പാതി വഴിയിൽ വെച്ച് സൂക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്നൊരു വിഷയം ഇതിലില്ല. അത് അത്രയും പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ കാര്യത്തിൽ നല്ല സൂക്ഷ്മത പാലിക്കണം. അപകടകരമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഏകദേശം ആയിന്നുണ്ട് അല്ലേ? അപ്പോൾ അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ ഇത്രയധികം ആൾക്കാർ ഇവിടെ ഉണ്ട്. ചിലപ്പോൾ കുറച്ച് മറ്റ് ദ്വീപുകളിൽ നിന്ന് വന്നവരാരെങ്കിലും കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടായിക്കൂടായില്ല. നിങ്ങളൊന്ന് ഉഷാറായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് നല്ലൊരു കാര്യം കിട്ടും. നിങ്ങൾ നമ്മളെ പീസ് റേഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 2G ഇവിടെ നിങ്ങൾക്ക് ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും. വൈകുന്നേരം ഇവിടെ കൊടുത്താൽ നെറ്റിലല്ലാതെ ഇൻസ്റ്റാൾ ചെയ്ത് തരും. ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ ടച്ച് ഫോൺ ഉണ്ടാവില്ല, അതിവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കയറ്റി തരും. കയറ്റി തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതേ പറഞ്ഞത് ഫോണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഓൾറെഡി ഇത് കയറ്റി തരും. കയറ്റി തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ BSNL ആണെങ്കിൽ നമ്മൾ ഒരു മാസത്തേക്കുള്ള 2G നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡാറ്റ ഏറ്റവും ഹൈ ആയിട്ടുണ്ടെങ്കിൽ, വൈഫൈ ഒക്കെ നല്ല സ്പീഡുള്ള സ്ഥലത്താണെങ്കിൽ അതിൽ ഹൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഹൈ കൊടുത്താൽ എന്നാൽ വെരി ലോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ വെരി ലോ എന്നുള്ള ഓപ്ഷനിൽ എന്ത് ചെയ്യും? കുറഞ്ഞ നിലക്ക് നെറ്റ് കിട്ടുന്ന സ്ഥലത്തും എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ ഇവിടെ തന്നെ എന്താ വെച്ചാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ശരിക്കും നെറ്റ് കിട്ടുന്നുണ്ട് BSNL. പക്ഷെ ഇവിടെ ചില സ്ഥലങ്ങളിൽ കിട്ടണില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ നോക്കിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അധികം കിട്ടുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അത് കിട്ടുന്നൊരു സ്ഥലത്ത് നമ്മൾ ഫോണ് സ്ഥിരമായി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും റേഡിയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 24 മണിക്കൂറും അതിൽ പ്രോഗ്രാമാണ്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ 5 മിനിറ്റ് വാട്സപ്പിൽ വരുന്നൊരു നേർവഴി എന്നുള്ളതുണ്ട്. അതും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. വാട്സപ്പിൽ വരും. വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ 600-ലധികം 700 ദിവസത്തോളം ആവാനായി. അതിങ്ങനെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ നിങ്ങൾ ഈ സ്ത്രീകൾക്കൊക്കെ മാത്രമായിട്ടുള്ള ക്യാമ്പുകളും ക്ലാസ്സുകളും ഗൃഹസംഗമങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഇനി ആരെങ്കിലും ഗസ്റ്റുകൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പെൺകുട്ടികൾക്ക് മാത്രമല്ല, അതിന് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മാത്രമുള്ള ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യണം? സംഘടിപ്പിക്കണം. അത് വളരെ മസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വെക്കേഷൻ ഇവിടെ വരുന്ന ടൈമുകളുണ്ടാവും. അങ്ങനത്തെ ടൈമുകളിൽ ഒരു 10 വയസ്സ് മുതൽ ഒരു 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയൊക്കെയുള്ള ഇടയിലുള്ള കുട്ടികൾക്ക് ഒരു ക്ലാസ് ഏറ്റവും നല്ലതാണ്. പിന്നെ പാരന്റിങ് എന്നുള്ള നിലക്ക് രക്ഷിതാക്കന്മാർക്കുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ ഈ ആണുങ്ങൾക്കൊന്നും ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടില്ല. അവരൊക്കെ എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള വിഷയങ്ങൾ കേട്ടു എന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടിയ പോലെ ക്ലാസ് അവർക്ക് എന്ത് ചെയ്തിട്ടില്ല? കിട്ടിയിട്ടില്ല. അതിപ്പോൾ ദാമ്പത്യത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്യണം? അത് കിട്ടേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ആവശ്യം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സുകൾക്കും കാര്യങ്ങൾക്കും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രോഗ്രാമിലൊക്കെ നിങ്ങൾ ഇടപെടണം. ഇന്ന ക്ലാസ്സുകളൊക്കെ വേണമെന്ന് എന്ത് ചെയ്യണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം.
അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, സഹകരിക്കണം എന്ന് ഉറപ്പെടുത്താണ്. ഇൻഷാ അല്ലാഹ് കരയിലൊക്കെ നല്ല പ്രോഗ്രാംസ് ഉണ്ടാകുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, ഇവിടുന്നൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നിട്ട് ഒന്നങ്ങോട്ട് കരയിലേക്കൊക്കെ പോരുക. എന്നാൽ സമ്മേളനങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മൾ ഗാലറി ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ എക്സിബിഷൻ അതിലൊക്കെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി വിപുലമായ രൂപത്തിൽ എക്സിബിഷനുകൾ വരുന്നുണ്ട്. അതിൽ വരിക പിന്നെ പൊതുവായി നമ്മുടെ മൊത്തം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള സമ്മേളനങ്ങൾ വരും. അപ്പോൾ അതൊക്കെ നേരത്തെ അറിയുമ്പോഴൊക്കെ ഒന്ന് ബുക്ക് ചെയ്ത് എന്ത് ചെയ്യുക, വരിക. അപ്പോൾ അവിടുത്തെ പരിപാടികളൊക്കെ പങ്കെടുക്കാനും അവിടുത്തെ കാര്യങ്ങൾ അറിയാനും നമുക്ക് പറ്റും. ഇൻഷാ അല്ലാഹ് ഒരു ആദർശം എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ഒരേ മനസ്സാണ്. ചില പ്രശ്നങ്ങളും വിഭാഗീയതകളൊക്കെ സമൂഹത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അൽഹംദുലില്ലാ സത്യസന്ധമായും ആത്മാർത്ഥമായും നിലനിൽക്കുന്ന ആളുകളെയൊക്കെ അള്ളാഹു സഹായിക്കുന്നുണ്ട്. അതിൻ്റെ വിജയമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നല്ല ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയും പ്രബോധനവും ഒക്കെ വിജയിച്ചു പോകാൻ വേണം. ഞങ്ങളെപ്പോലത്തെ പ്രബോധകന്മാർക്കൊക്കെ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ നല്ല കർമ്മമായി സ്വീകരിക്കുകയും കൂടുതൽ നന്മകൾ അറിയാനും മനസ്സിലാക്കുവാനും കൂടുതൽ നന്നായി പ്രവർത്തിക്കുവാനുമുള്ള അവസരം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ